ഈ ഒരു വിഷയത്തിൽ വെസ്റ്റിൽ മൊത്തം ഞാൻ പറഞ്ഞല്ലോ, വെസ്റ്റിൽ ക്രിസ്ത്യാനികളും ഇന്ത്യയിലെ ഹിന്ദുസും ആണ്, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ജനറൽ ഹിന്ദു പോപ്പുലേഷൻ, അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നും കോൺഗ്രസ്സുകാരിൽ നിന്നും വിഭിന്നമായി നിൽക്കുന്ന ജനറൽ ഹിന്ദു പോപ്പുലേഷനുമാണ് ഈ ഒരു വിഷയത്തിൽ ഇസ്രായേലിന്റെ ഒപ്പം നിൽക്കുന്നത്. അപ്പോൾ യൂറോപ്പിലാണെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻസ് ആണ്. അപ്പോൾ യു എസിൽ ഇപ്പോൾ ക്രിസ്ത്യൻസ് ഒക്കെ ആ ഒരു ട്രംപിന്റെ വോട്ട് ബേസ് ആയി നിൽക്കുന്ന ക്രിസ്ത്യൻസ് ആണ് യു എസിലുള്ളത്. അപ്പൊ അവര് ഇതിനെ പിന്തുണയ്ക്കുന്നതുകൊണ്ടാണ് ട്രംപ് ഇതിനെ പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്നത്. ആ ഒരു വോട്ടർ ബേസ് സംഭവം അതിൽ കളിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ യൂറോപ്പിൽ ഒരു ജനറൽ ലിബറൽ പോപ്പുലേഷൻ ആയതുകൊണ്ടും ഇറലീജിയസ് അത്തൈസ്റ്റ് പോപ്പുലേഷൻ ആയതുകൊണ്ടും ചർച്ചിലൊക്കെ പേരുണ്ടാവും, പക്ഷെ ഇവർ ജനറലി അത്തൈസ്റ്റിക് ആയിരിക്കും. അപ്പോൾ ഇവരൊക്കെ ഈ ഇതില് പലസ്തീൻ എന്ന് പറഞ്ഞുകൊണ്ട്, ഈ പറഞ്ഞ പോലെ മനുഷ്യത്വം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവര് പൊതുവെ ഈ ഒരു വിഷയത്തിൽ നമ്മൾ പറയുമ്പോൾ മതം വിട്ടവര് വരെ, ഈ ക്രിസ്ത്യൻ മതം വിട്ടവര് ഒക്കെ ഈ ഒരു വിഷയത്തിൽ നമ്മൾ പറയുമ്പോൾ നമ്മളെ സിയോണിസ്റ്റായി മുദ്രകുത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊരു അപ്പൊ ഞാൻ ഇപ്പൊ അടുത്തെഴുതിയ ആർട്ടിക്കിൾ നമ്മൾ പബ്ലിഷർ എടുത്തു, പക്ഷെ എന്താ പറയാ, ഈ അതിലെ വിഷയങ്ങൾ കാരണം അത് പിന്നെ റിജക്ട് ചെയ്തു. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ താങ്കൾ ഇങ്ങനത്തെ ഒരു ചാനൽ തുറന്നു വെച്ചിരിക്കുമ്പോൾ, ഇങ്ങനത്തെ ഒരു വലിയൊരു ബേസ് ഉണ്ടാവുമ്പോൾ അത് നമ്മളെ പോലത്തെ ആൾക്കാർ ഉപയോഗപ്പെടുത്താൻ വളരെ നല്ലൊരു കാര്യമാണെന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ കുറെ കാലമായി കൊണ്ടുനടക്കുന്ന കാര്യങ്ങളാണ്. കേരളത്തിലെ ഇടത്തന്മാര് കാട്ടിക്കൂട്ടുന്ന വിക്രസുകളും അവർ സ്വന്തമായിട്ട് പരിസ്ഥിതി സംരക്ഷകരായി പുലമ്പുകയും എന്നിട്ട് അവർ ഭരണത്തിലേറുമ്പോൾ അതൊക്കെ മറന്നുകൊണ്ട് അവരെ പോക്കറ്റ് വീർപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവർ ഇരട്ടത്താപ്പ് പരിപാടികൾ. സംഭവം നമ്മൾ ഈ എൻവയോൺമെന്റൽ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, പരിസ്ഥിതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് നമ്മളിത് നമ്മൾ കുറെ ആൾക്കാരായിട്ട് ഓരോ ആൾക്കാരായിട്ട് സംസാരിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. ഇങ്ങനത്തെ വലിയൊരു പ്ലാറ്റ്ഫോം ഇല്ലാന്നത് പറയാൻ പറ്റുമ്പോൾ അത് എത്തുന്ന ഒരു എന്താ പറയുക, ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട്, അത് ആ ഒരു ഇൻഫർമേഷൻ എത്തുന്ന കുറെ ആൾക്കാരിലോട്ട് എത്തിക്കാൻ പറ്റുന്നുണ്ട്. അതൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം അതാണ് ആ ഒരു പിന്നെ ജപ്പാൻ കുടിവെള്ള കേസിലാണെങ്കിലും അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് കേരളത്തിൽ തന്നെ. അതങ്ങനെ ഓരോരോ വിഷയങ്ങൾ പറഞ്ഞു പോകുമ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു പോവുകയാണ്. കാരണം ഇതൊരു എൻവയോൺമെന്റൽ ചാനൽ അല്ലല്ലോ, ഒരു പൊളിറ്റിക്കൽ ചാനലാണല്ലോ. അപ്പൊ ആ രീതിയിലുള്ളത് കൊണ്ട് ആ വിഷയങ്ങൾ വരുമ്പോഴാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് സമയം എടുക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോ ഞാൻ സ്ക്രീന് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഇതൊരു എക്സിലെ പോസ്റ്റ് ആണ്. കാണുന്നുണ്ടോ? കാണാം. നമ്മുടെ മൊസാബ് ഹസൻ യൂസഫ് ഇട്ട ഒരു പോസ്റ്റ് ആണ്. കണ്ടിരുന്നു. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ പലസ്തീൻ ഗ്ലോബൽ ടെററിസം എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരിട്ടൊരു പോസ്റ്റ് ആണ്. അപ്പൊ ഇതൊരു പുള്ളിക്കാരൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് ഈ പലസ്തീൻ എന്ന് പറയുന്ന ഒരു സംഭവം അത് ഒരു മെയ്ഡപ്പ് അജണ്ടയാണ്. അപ്പോൾ ഈ പലസ്തീൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ പലസ്തീനികൾ എന്ന് പറഞ്ഞു വെക്കുന്ന ഐഡന്റിറ്റി പുറത്ത് പറയുന്ന ആൾക്കാരും, അല്ലെങ്കിൽ പലസ്തീനിയൻ കോസ് എന്ന് പറയുന്ന ഒരു സംഭവം, ഇതിന് കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ പലസ്തീൻ എന്ന് പറയുന്ന ഒരു മെയ്ഡപ്പ് സംഭവം ആയതുകൊണ്ടും അത് മുന്നോട്ട് എടുത്തു വെച്ചത് പിന്നെ യാസർ അറഫാത്ത് പോലത്തെ ആൾക്കാരായതുകൊണ്ടും ആ ഒരു കോസ് തന്നെ കാലങ്ങളായിട്ട് കൊണ്ട് നടക്കുന്നത് പിന്നെ ജൂത ഉന്മൂലനം എന്നുള്ള ആ ഒരു സിയോണിസ്റ്റ് ഉന്മൂലനം എന്ന് പറയുന്ന ആ ഒരു ജൂത ഉന്മൂലനം, സിയോണിസ്റ്റ് ഒന്നും അല്ല. അപ്പൊ ആ ഒരു സംഭവത്തിൽ പിന്നെ കടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പൊ അതൊരു സംഭവം ബേസിക്കലി അതൊരു ടെററിസ്റ്റ് അജണ്ടയാണ് പലസ്തീനിയനിസം അല്ലെങ്കിൽ പലസ്തീൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്ന 12 സംഭവങ്ങളാണ് പലസ്തീൻ എന്ന് പറഞ്ഞുകൊണ്ട് 1968 തൊട്ട് നടത്തിക്കൊണ്ടിരുന്ന തീവ്രവാദി ആക്രമണങ്ങളാണ് 1985 വരെ. അപ്പൊ ഇത്രയധികം 12 ടെററിസ്റ്റ് അറ്റാക്കുകൾ പല രാജ്യങ്ങളിലായിട്ട്, പല എയർപോർട്ടുകളായിട്ട് ഇവർ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളാണ് ഇപ്പോൾ ഹമാസ് എന്നും ഇസ്ലാമിക് ജിഹാദ് എന്ന് പറഞ്ഞിട്ടും പലസ്തീനിയൻ അതോറിറ്റി എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവരെങ്ങനെയാണ് നമ്പാൻ പറ്റുക എന്നുള്ളത്. എന്നിട്ട് ഇവരെ നമ്പിയിട്ടാണ് ഇവരുടെ ഉണ്ടാക്കുന്ന ഓരോ പോസ്റ്റുകളും ഇവരുണ്ടാക്കുന്ന റിപ്പോർട്ടുകളാണ് നമ്മൾ നമ്പിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു, അല്ലെങ്കിൽ യു എൻ എന്ന് പറയുന്ന സംഭവം തമ്മിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു നഗ്നമായ സത്യം. അപ്പൊ ഇതിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യു എൻ എന്ന് പറയുന്ന ആ ഒരു സംഘടനയുടെ പിന്നെ ഇടത്തോട്ടുള്ള ചായ്വ് കാരണം ഇത് പോയോ, ഇതെപ്പോ പോയി? ഓക്കെ,
ഇത് ഹമാസ് കഴിഞ്ഞ 18 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന, അതായത് ഹമാസ് ഇപ്പോൾ അവിടെ ഭരിക്കാൻ തുടങ്ങിയിട്ട് 2006 തൊട്ടിട്ട് ഭരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആ 2006 തൊട്ട് ഹമാസ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ സ്കൂളുകളും സംഭവം യു എന്നിന്റെ ഉണ്ട്ര എന്ന് പറയുന്ന സംഘടനയും കാലങ്ങളായിട്ട് അവിടെ ഭരിച്ചു പിന്നെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇവർ തുടക്കം തൊട്ട് ഒടുക്കം വരെ അഭയാർത്ഥികളായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഉള്ളത് കൊണ്ടും ഉണ്ട്രന്റെ നേതൃത്വത്തിൽ ഹമാസ്, ഉണ്ട്ര എന്ന് പറഞ്ഞ സംഘടന അവിടെ ഒരു പപ്പറ്റായി വെച്ചുകൊണ്ട് ഹമാസ് കഴിഞ്ഞ 18 വർഷമായിട്ട് അവിടുത്തെ വിദ്യാലയങ്ങളിൽ ഇൻഡോക്ട്രിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളെ. അപ്പോൾ 18 വർഷത്തെ ഇൻഡോക്ട്രിനേഷൻ ആണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹമാസ്. അപ്പൊ ഒരു കുട്ടി ചെറുപ്പം തൊട്ട്, ഇപ്പൊ നമ്മളൊക്കെ പറയുന്ന ഒരു സംഭവമാണ്, ചെറുപ്പം തൊട്ട് ഇഞ്ചക്ട് ചെയ്ത് വെക്കുന്ന ഒരു സംഭവമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ ഹമാസ് സ്കൂളുകളിൽ ജൂത വെറുപ്പും കാഫറുകളുടെ വെറുപ്പും കഴിഞ്ഞ 18 വർഷമായിട്ട് പിന്നെ ഗാസയിലും വെസ്റ്റ് ബാങ്കിലാണെങ്കിൽ പലസ്തീൻ അതോറിറ്റിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 18 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും എന്നുള്ളതാണ്. ഇങ്ങനത്തെ ആൾക്കാരെയാണ് UN എന്ന് പറയുന്ന ആൾക്കാർ പറയുമ്പോൾ UNന്റെ ഹ്യൂമൻ റൈറ്റ് കൗൺസിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് തന്നെയാണ് ഇതിനൊക്കെ എന്താ പറയുക കോംപ്ലിസിറ്റ് ആയിട്ട് നിന്നുകൊണ്ട് ഇതിനൊക്കെ ഒപ്പം സപ്പോർട്ട് ചെയ്തത് എന്നുള്ളതാണ്. ഇതാണ് UNന്റെ അവസ്ഥ എന്ന് പറഞ്ഞത്. ഇതുകൊണ്ടാണ് UN ഡിസ്മാൻഡിൽ ചെയ്യപ്പെടണമെന്ന് കഴിഞ്ഞ ലൈവിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ UNന്റെ ഒരു ഇരട്ടത്താപ്പ് പറഞ്ഞുകൊണ്ട് നമ്മൾ അംജദ് താഹ പൊതുവെ വരുന്ന ആളാണ്. പുള്ളിക്കാരൻ്റെ ഒരു പോസ്റ്റ് ഇപ്പം അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാർ ഈ പോസ്റ്റിൽ പറയുന്നത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒക്ടോബർ 7 ശേഷം, അല്ലെങ്കിൽ ഒക്ടോബർ 7 ശേഷം ഇസ്രായേൽ മാത്രമാണ് തീവ്രവാദം, അല്ലെങ്കിൽ ഇസ്രായേൽ മാത്രമാണ് ജനോസൈഡ് ചെയ്യുന്നത്. ഹമാസിന്റെ നേതൃത്വത്തിൽ സുഡാനിലുള്ള ഭരണകൂടം 5 മില്യൺ കുട്ടികളെ സ്റ്റാർവ് ചെയ്യുന്നത് സ്റ്റാർവേഷൻ അല്ല, ഇസ്രായേൽ ഗാസയിൽ ചെയ്യുന്നതാണ് സ്റ്റാർവേഷൻ. മുസ്ലിം ബ്രദർഹുഡിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർ കൊന്നൊടുക്കിയത് 1 ലക്ഷത്തിൽ പല ആൾക്കാരെയാണ് ആഫ്രിക്കയിൽ, അതായത് സുഡാനിൽ. അത് ജനോസൈഡ് അല്ല, ഇത് ഇസ്രായേൽ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജനോസൈഡാണ്. പറയുമ്പോൾ പോക്കിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ വേറൊരു ശത്രുരാജ്യത്തിന് ഇതുവരെ ആരും ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടില്ല, ഇതുവരെ ആരും ചരിത്രത്തിൽ ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടില്ല, ടെന്റുകൾ വെച്ചു കൊടുത്തിട്ടില്ല. ഇങ്ങനത്തെ ഒരു രാജ്യത്തിനെയാണ് ഇവർ ജനോസൈഡ് എന്ന് പറഞ്ഞുകൊണ്ട് മുദ്ര കുത്തുന്ന സംഭവമാണ്. എന്നിട്ട് ഇറാനിലോട്ട് വരുമ്പോൾ കഴിഞ്ഞ 30 വർഷം 40 വർഷ കാലം നീണ്ടു നിൽക്കുന്ന ഭരണകൂടത്തിൽ അവർ കൊന്നൊടുക്കിയത് 2 മില്യൺ കണക്കിന് ആൾക്കാരെയാണ്, അതായത് 20 ലക്ഷം ആൾക്കാരെയാണ് കൊന്നൊടുക്കിയത്. സിറിയയിൽ ഇറാഖിലൊക്കെ കൂടിയായിട്ട് 3000 സ്ത്രീകളും കുഞ്ഞുങ്ങളൊക്കെ ഒന്നടങ്കം ഉൾപ്പെടുന്ന ആ ഒരു സംഭവം. അവിടെ ഇഷ്ടംപോലെ ആൾക്കാരെ സ്റ്റാർവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും ജനോസൈഡ് അല്ല, ഇതൊക്കെ ഇറാന്റെ ഭരണകൂടമൊക്കെ അവർക്ക് സ്വന്തം ആൾക്കാരാണ്. ഇനി ഇതേ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ എന്ന് പറയുന്ന ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിന്റെ ചെയർമാൻസ് ആയിട്ട് അവർ തെരഞ്ഞെടുത്തിട്ടുള്ളത് ഇപ്രാവശ്യം ലോകത്തിൽ തന്നെ ഹ്യൂമൻ റൈറ്റ്സിന് ഏറ്റവും കൂടുതൽ മോശം ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ള രാജ്യങ്ങളാണ്. ആരൊക്കെയാണ്? ചൈന, റഷ്യ, നോർത്ത് കൊറിയ. ഇവരാണ് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ഇതാണ് UN. എന്നിട്ട് ഇനി സിറിയയിലോട്ട് വരുമ്പോൾ കഴിഞ്ഞ കൊല്ലം വരെ തീവ്രവാദമായി കൊണ്ടു നടന്നിരുന്ന ഒരാൾ ഇപ്പോൾ ഭരണത്തിൽ കയറുമ്പോൾ അയാളെ ഭരണകൂടം അവിടെ അംഗീകരിക്കപ്പെടുന്നു. അയാൾ അവിടെ ഡ്രൂസുകളെ കൊല്ലുന്നത് UN കാണുന്നില്ല. അയാൾ അവിടെ എന്താ പറയാ അലവൈറ്റ്സിനെ കൊല്ലുന്നു, ഷിയാക്കളെ കൊല്ലുന്നതും അയാൾ കാണുന്നില്ല. UN കാണുന്നില്ല. 14.5 മില്യൺ സിറിയക്കാർ ഇത്രയും കാലമായിട്ട് ഫെമൈനിൽ അകപ്പെട്ടുകൊണ്ട് ഈ പറഞ്ഞ പോലെ സ്റ്റാർവേഷൻ കൊണ്ട് മരണപ്പെട്ടത് UN കാണുന്നില്ല. 5.4 മില്യൺ ആൾക്കാർ ഹൈറ്റിയിൽ സ്റ്റാർവേഷൻ കൊണ്ട് മരിക്കുന്നത് കാണുന്നില്ല. കോങ്കോയിലും മ്യാൻമാറിലും നൈജീരിയയിലും ബുർക്കിന ഫാസോയിലും ഇനി ഇന്ത്യയിലോട്ട് വരും, നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് വരുമ്പോൾ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബുദ്ധിസ്റ്റുകളെയും ക്രിസ്ത്യാനികളെയും ഹിന്ദുസിനെയും കൊന്നടക്കുന്നത് ഇവർ കാണുന്നില്ല. ഇതൊന്നും അവർക്ക് പ്രശ്നമല്ല, UN പ്രശ്നമല്ല. അവിടെ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡിന്റെ ആവശ്യമില്ല, അവിടെ ജനോസൈഡ് ഇല്ല, അവിടെ സ്റ്റാർവേഷൻ ഇല്ല. അവിടെയൊക്കെ എന്താണുള്ളത്? അവിടെയൊക്കെ ഭരണകൂടങ്ങൾ മാത്രമേ ഉള്ളൂ. ഭരണകൂടങ്ങൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇതാണ് UNന്റെ അവസ്ഥ എന്ന് പറഞ്ഞത്. ഇപ്പൊ ഈ UN നമ്മൾ എങ്ങനെ നമ്പും എന്നുള്ളതാണ്. ഇവരെ എങ്ങനെയാണ് നമ്മൾ ഗാർഡിയൻ ഓഫ് പീസ്, ഡിഫൻഡർ ഓഫ് വീക്ക് എന്ന് ഇവരെ പറയാൻ പറ്റുക? ഇവർ ശരിക്കും ഇപ്പോൾ മെഗാഫോൺ ഓഫ് ടെററിസ്റ്റ് എന്നുള്ള ഒരു രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അത് മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന സംഘടന യൂറോപ്പിൽ ഡിസ്മാൻഡിൽ ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചൈനയും റഷ്യയുമായിട്ട് ഒപ്പം ഒത്തിണങ്ങിക്കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികളാണ്. അതായത് ഇറാൻ, മുസ്ലിം ബ്രദർഹുഡ്, ചൈന, അതായത് ഇസ്ലാമോ ലെഫ്റ്റ്, ചൈന, റഷ്യ, ഈ പരിപാടികളൊക്കെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ ഫണ്ട് ചെയ്തുകൊണ്ട് ഇറാന് പ്രോക്സികളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഓസ്ട്രേലിയ കണ്ട പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു.
അതേപോലെ വേറെ പല സ്വീഡനിൽ നമ്മുടെ ഇയാളെ കൊന്നത്, സൽമാൻ മൊമിനെ കൊന്നത് ഇറാന്റെ ആൾക്കാരാണ്, ഇറാന്റെ അസാസിൻസ് ആണ്. അപ്പൊ അങ്ങനത്തെ കുറെ സംഭവങ്ങൾ വെസ്റ്റിൽ കൊണ്ടുവരുന്നു. വേറൊരു ഭാഗത്ത് മുസ്ലിം ബ്രദർഹുഡ് പിന്നെ ഹമാസിനെ പോലത്തെ സാധനങ്ങളെയും സുഡാനിലെ പപ്പറ്റ് റിജൈമിനൊക്കെ കൂടി വെച്ചിട്ട് ഇവിടെ മുസ്ലിം ബ്രദർഹുഡ് ഈ പറഞ്ഞ പോലെ സേഫ് പലസ്തീൻ എന്ന് പറഞ്ഞു ഇവിടെ കയറിയിട്ട് നുഴഞ്ഞു കയറിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇങ്ങനത്തെ UN നമ്മൾ എങ്ങനെ നമ്പും എന്നുള്ളതാണ് അംജത്താഹ ചോദിക്കുന്നത്. അപ്പൊ ഈ ഒരു അടിസ്ഥാനത്തിൽ അപ്പോൾ ഈ ജനങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ ജനങ്ങൾ പൊട്ടന്മാരല്ല. അപ്പോൾ ജനങ്ങൾക്ക് അതൊക്കെ കുറേയൊക്കെ മനസ്സിലാവും. അപ്പോൾ പൊളിറ്റീഷ്യൻസ് പറയുന്ന മാത്രമല്ല. അപ്പൊ എന്ത് ചെയ്യുന്നു, ജനങ്ങൾ പൊളിറ്റീഷ്യൻസ് ഇത് ചെയ്യുന്ന വേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ ജനങ്ങൾ പിന്നെ നിരത്തിലോട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ പിന്നെ ഈ പറഞ്ഞ പോലെ പ്രോ പലസ്തീൻ ഫാർ ലെഫ്റ്റും പിന്നെ വലതുപക്ഷവും ഒക്കെ കൂടിയായിട്ട് ഇവിടെ അടി ഉണ്ടാവുകയാണ് യൂറോപ്പിൽ. ഇപ്പം അടുത്ത് 2C TV വന്നൊരു ന്യൂസാണ്. ഈ പറഞ്ഞ പോലെ സ്റ്റാർമേഴ്സിന്റെ, അതായത് നമ്മുടെ ലേബർ പാർട്ടി ലെഫ്റ്റിന്റെ സപ്പോർട്ടേഴ്സും ഇടത്തന്മാരും തമ്മിൽ അവിടെ ഒരു സ്വരച്ചേർച്ചയില്ലായ്മ അടിപിടിയൊക്കെ നടക്കുകയാണ് UK-ൽ. UK-ൽ ഇപ്പൊ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഹാരി സുൽത്താന ന്യൂസിൽ ഇപ്പൊ വന്നിട്ടുണ്ടായിരുന്നു. അതായത് കാലങ്ങളായിട്ട് UK-ൽ മിണ്ടാതിരുന്നിരുന്ന വൈറ്റ് മെജോറിറ്റി അവരിപ്പോ ഇതിനൊക്കെതിരെ സംസാരിച്ചുകൊണ്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അറിയാൻ പറ്റുന്നത്. അതായത് അവർ ഇത്രയും കാലം മിണ്ടാതിരുന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അവിടെ മിണ്ടിക്കൊണ്ടിരുന്നിരുന്നത് ഈ ജെൻ സീൽ ഉൾപ്പെട്ടിരുന്ന ലെഫ്റ്റ് ലിബറൽ വോക്സ് ആയിരുന്നു. അതൊക്കെ മാറിക്കൊണ്ട് ഇപ്പൊ അവിടുത്തെ സൈലന്റ് വൈറ്റ് മെജോറിറ്റി ഇതിനെതിരെ സംസാരിക്കാനും ഇതിനെതിരെ പ്രവർത്തിക്കാനും തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഗവൺമെന്റിലുള്ള വിശ്വാസം അവർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ കഴിഞ്ഞ ലൈവിൽ, അതിന്റെ മുന്നത്തെ ലൈവിലേക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഗവൺമെന്റിലുള്ള വിശ്വാസം യൂറോപ്പിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളത് പിന്നെ ഇപ്പോൾ വിസഗ്രാഡ് കൺട്രീസിലാണ്. ബാക്കി അവരെ പറ്റി പിന്നെ ഇവിടെ പറയുന്നുണ്ട്. ബാക്കിയുള്ള രാജ്യങ്ങളിൽ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇസ്ലാമിസ്റ്റുകളെ കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിട്ടുള്ള രാജ്യങ്ങൾ, അതായത് ഈ പറഞ്ഞ പോലത്തെ ഫ്രാൻസ്, സ്വീഡൻ, ബെൽജിയം, ജർമ്മനി പോലത്തെ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈ പ്രശ്നങ്ങൾ ഈ പറഞ്ഞ പോലെ ഡെമോക്രസിയിൽ തന്നെയുള്ള ഭരണകൂടങ്ങളിൽ തന്നെയുള്ള വിശ്വാസങ്ങൾ ഇല്ലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ തന്നെ പിന്നെ നിരത്തിൽ ഇറങ്ങിക്കൊണ്ട് സ്ട്രീറ്റ്സിൽ ഇറങ്ങിക്കൊണ്ട് ഈ പറഞ്ഞ പോലത്തെ അറ്റാക്സും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഒരു സംഭവം എന്ന് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജർമ്മനിയിൽ ഇപ്പൊ ഇറങ്ങിയേറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് UK-ൽ ഇറങ്ങിയേറിക്കൊണ്ടിരിക്കുന്നു, മറുഭാഗത്ത് ജർമ്മനിയിൽ ഇറങ്ങിയേറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ജർമ്മനിയിൽ എന്താണ് ഇറങ്ങിയേറിക്കൊണ്ടിരിക്കുന്നത്? ഞാനിതിന്റെ ഹെഡ്ലൈൻ മാത്രം വായിച്ചു പോവാണ്. ഇവിടെ എന്താ പറയാ, ഓക്കെ. അപ്പൊ ഇസ്ലാം ഇസ് നോട്ട് എ കൾച്ചർ, ഫ്യൂരിയസ് ജർമൻസ് വോ ടു എൻഡ് ഓൾ ഇമിഗ്രേഷൻ ആൻഡ് ബൂട്ട് ഫ്രാൻസ് ഔട്ട് ഓഫ് യൂറോ. ഇതും ജർമ്മനിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജർമ്മനിയിൽ ഇപ്പൊ എന്താണ് അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ടുള്ള പിന്നെ ക്രിസ്ത്യൻ ഡെമോക്രാറ്റ്സ് എന്ന് പറയുന്ന ക്രിസ്ത്യൻ ഡെമോക്രാറ്റ്സിന്റെ പാർട്ടിയുടെ അടിസ്ഥാനത്തിലുള്ള നമ്മളെ ആംഗല മെർക്കലാണ് എനിക്ക് തോന്നുന്നത് ഒരു 15 വർഷക്കാലം 2015 തൊട്ട് പുള്ളിക്കാരിയായിരുന്നു, അല്ലെങ്കിൽ മുന്നേ വരെ കുറെ കാലം ഭരിച്ചിരുന്ന ആളായിരുന്നു. പുള്ളിക്കാരിയാണ് വാർ ഷഫൻ ദാസ് ബിക്കോസ് വി ക്യാൻ എന്ന് പറഞ്ഞുകൊണ്ട് 2015 ശേഷം ഏറ്റവും കൂടുതൽ ഇമിഗ്രൻസിനെ യൂറോപ്പിൽ എടുത്തിട്ടുള്ളത്. ആ ഇമിഗ്രൻസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ കാരണം യൂറോപ്പിൽ ഇമിഗ്രൻസിന് ജനറലി യൂറോപ്പിൽ ഒരു പ്രശ്നമുണ്ട്, ഏജിങ് പോപ്പുലേഷൻ. അപ്പോൾ ചീപ്പ് ലേബറിന് വേണ്ടി ഈ റെഫ്യൂജീസിനെ എടുക്കുകയാണ് റെഫ്യൂജീസ് ഇങ്ങനെ വരുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്നുണ്ട്. പക്ഷെ പ്രോപ്പർ വെറ്റിംഗ് ഇല്ലാതെയാണ്, ഇന്റഗ്രേഷൻ ഇല്ലാതെ പ്രോപ്പർ വെറ്റിംഗ് ഇല്ലാതെയാണ് ഇവരെടുത്തത്. അല്ലെങ്കിൽ ആദ്യം നിങ്ങൾ വരട്ടെ, പിന്നീട് വെറ്റിംഗ്, പിന്നെ നമുക്ക് നോക്കാം ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തത് കൊണ്ട് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് കണക്കാക്കാത്തത് കൊണ്ട് ഈ ആൾക്കാർ എന്താണ് ആരാണെന്ന് മനസ്സിലാക്കാതെ എടുത്തത് കൊണ്ട് ലെഫ്റ്റ് ലിബറൽ ആ ഒരു സംഭവം, ആ ഒരു നൈവിറ്റി കൊണ്ട് ജർമ്മനിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറെ പ്രശ്നങ്ങളിൽ ഈ പറഞ്ഞ പോലെ തന്നെ ജർമ്മൻ ആൾക്കാരും പുറത്തിറങ്ങിയിട്ട് സമരം ചെയ്യാനും ഇപ്പൊ അടിപിടി കുത്ത് ഈ ലെഫ്റ്റുകളായിട്ട് ഏറ്റുമുട്ടാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സെന്റർ റൈറ്റ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഫ്രെഡറിക് മെർസ് അവിടെ വന്നിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം വന്നിട്ടും അദ്ദേഹം ഇപ്പൊ അടുത്ത് പുള്ളിക്കാരൻ നടത്തിയ പ്രസ്താവനയിൽ പറയുന്നത് പിന്നെ ജർമ്മൻ എക്കണോമി താറുമാറായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനത്തെ സെൻട്രൽ ലെഫ്റ്റ് ഭരണകൂടം അവിടെ ഭരിച്ചത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതേപോലെ നമ്മൾ ഫ്രാൻസിലോട്ട് വരുമ്പോൾ അടുത്ത കോമഡിയാണ്. ഫ്രാൻസിലോട്ട് വരുമ്പോൾ ഫ്രാൻസ് ഇപ്പൊ താറുമാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ ഏറ്റവും കൂടുതൽ ഇമിഗ്രൻസിന്റെ കൊണ്ട് പിന്നെ ഇപ്പൊ പാരീസ് അറ്റാക്സ് പോലെയുള്ള ഇമിഗ്രൻസിനെ കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ട്
ഇസ്ലാമിസ്റ്റുകളെ കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഫ്രാൻസിലാണ്. അപ്പൊ അങ്ങനത്തെ ഒരു അടിസ്ഥാനത്തിൽ നമ്മുടെ മാക്രോൺ അദ്ദേഹത്തിന് നമ്മുടെ ഭരണം നിലനിർത്താൻ വേണ്ടി പുള്ളിക്കാരൻ ഇടക്കിടക്ക് അങ്ങനെ ഓരോരോ ബെഡൽ വിടും. അതിന്റെ ഏറ്റവും വലിയ ബെഡലാണ് ഇപ്പൊ നമ്മുടെ US അംബാസഡർ സമ്മേൺഡ് ഫോർ ക്രിറ്റിസൈസിങ് ഫ്രാൻസ് ഓവർ ആന്റിസെമിറ്റിസം. അതായത് നമ്മുടെ US നിന്നുള്ള അംബാസഡർ ഫ്രാൻസിൽ പോകുന്നു, പുള്ളിക്കാരൻ പറയുന്നു നിങ്ങൾ ഈ പറഞ്ഞ പോലത്തെ പിന്നെ ബിഡൽസ്, അതായത് നമ്മുടെ ഞങ്ങള് ഫ്രാൻസിന്റെ ഉള്ളിൽ പലസ്തീൻ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞുള്ള ബിഡൽ നടത്തി കഴിഞ്ഞാൽ പലസ്തീനുകൾ ഇവിടെ എടുക്കും എന്ന് പറയും ചെയ്യും ഒരു ഭാഗത്തു കൂടി. മറുഭാഗത്തു കൂടി ആന്റിസെമിറ്റിസം ഞങ്ങൾ സപ്പോർട്ട് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ പലസ്തീനികൾ ഇവിടെ നിന്ന് ആന്റിസെമിറ്റിസം ചെയ്യുമ്പോൾ നിങ്ങൾ അവരെ ജയിലിലടച്ച് കാണിച്ചത് കൊണ്ട്, ആൾക്കാരുടെ മുന്നിൽ ഓപ്റ്റിക്സ് നിങ്ങൾ കാണിച്ചുകൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞതിന് ഈ പറഞ്ഞതുപോലെ US അംബാസഡറിന് ഇവരെന്ത് ചെയ്യുന്നു, പിന്നെ കുറ്റാരോപിതനായിട്ട് കുറ്റാന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് ഇവരെ സമ്മൺ ചെയ്യാണ് ഇയാള്. അപ്പൊ ഇങ്ങനെ ഓരോരോ അപ്പൊ അടുത്ത പിന്നെ ഗിമ്മിക്ക് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ഇയാളുടെ ഗിമ്മിക്ക് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഞങ്ങളെ പ്രശ്നമല്ല ഫ്രാൻസ് പിന്നെ താറുമാറാവാൻ കാരണം, മറിച്ച് ഫ്രാൻസിന്റെ ബൂമർ ജനറേഷൻ ആണ് ഇപ്പോഴത്തെ പിന്നെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്ന് പറഞ്ഞുകൊണ്ട് ബ്ലെയിം ഗെയിം നടത്തുകയാണ് ഫ്രാൻസിലെ ഗവൺമെന്റ്. അതായത് ബൂമർ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയുമെന്ന് വിചാരിക്കണു, ജെൻ എക്സ് ആണ്. അതായത് ജെൻ വൈയിലാണ് നമ്മളൊക്കെ വരുന്നത്, 90s കിഡ്സ് എന്ന് പറയുന്നത്, മില്ലനിയൽസ്. ജെൻ സി ആണ് ഇപ്പോഴത്തെ ജനറേഷൻ. അപ്പൊ ഈ ജെൻ എക്സ്, അതായത് നമ്മുടെയൊക്കെ പിതാക്കന്മാരുടെ, എന്റെയൊക്കെ ഫാദറിന്റെയും മദറിന്റെ ഒക്കെ ജനറേഷൻ ആണ് ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം, അല്ലാതെ ഞങ്ങളുടെ പോളിസീസ് അല്ല എന്ന് പറയുന്ന ബ്ലെയിം ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു എന്താ പറയാ, ലെഫ്റ്റ് ഈ സെൻറ്റർ എന്ന് പറയുന്ന ആൾക്കാരുടെയും ലെഫ്റ്റ് എന്ന് പറയുന്ന ആൾക്കാരുടെയും ഒരു രീതിയാണ്. സോ അവര് കാരണമാണ് പ്രശ്നങ്ങൾ അംഗീകരിക്കാതെ ബ്ലെയിം ഗെയിം നടത്തിക്കൊണ്ടിരിക്കുന്ന എപ്പോഴും അവർക്കൊരു ഒരാളെ വേണം, ഒരു ഞങ്ങൾ കാണിക്കുന്ന തെറ്റുകൾക്കൊക്കെ ഇവരാണ് കാരണമെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരാള് വേണം. അതാണ് ഇവിടെ ഫ്രാൻസിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ പൊട്ടന്മാരല്ലാത്തത് കൊണ്ട് ജനങ്ങൾ പുറത്തിറങ്ങി പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, UK നിന്നിട്ട് UK ലെഫ്റ്റ് ഗവൺമെന്റ് ആയിട്ടുള്ള ലേബർ പാർട്ടിന്റെ വോട്ടേഴ്സ് തന്നെ പറയുന്നു IRGC ബാൻ ചെയ്യപ്പെടണമെന്ന്. ആരാണ് IRGC? ഇറാൻസ് റവല്യൂഷണറി ഗാർഡ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ ബാൻ ചെയ്യണം. അവര് പിന്നെ ഇറാന് മുസ്ലിം ബ്രദർഹുഡും കൂടി യൂറോപ്പിൽ 10 മടങ്ങ് പല സ്ഥലങ്ങളിലും ഇസ്ലാമിക് ടെററിസ്റ്റ് അറ്റാക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പാരീസിലാണെങ്കിലും സ്വീഡനിലാണൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ പിന്നിൽ മുസ്ലിം ബ്രദർഹുഡ് ആണ്, IRGC ആണെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ ലെഫ്റ്റിൽ പാർട്ടീസിലുള്ള വോട്ടേഴ്സ് തന്നെ പറയാണ് ഇവരെ ബാൻ ചെയ്യണം എന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്യുന്നു, ഇവരുടെ പ്രഷർ കാരണം എന്ത് ചെയ്യുന്നു, ഇസ്ലാമിക് UK നമ്മുടെ IRGC ആയിട്ട് സംസാരിക്കുന്നു. എന്നിട്ട് അപ്പോൾ ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ത് ചെയ്യുന്നു, ഇസ്ലാമിക് റിപ്പബ്ലിക് മേ റെഡ്യൂസ് യുറാനിയം എൻറിച്ച്മെന്റ് ടു അവോയ്ഡ് UK സാങ്ഷൻസ്. അതായത് ഇപ്പൊ ഇടക്കിടക്ക് ഇറാന് ഓരോരോ സംഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം, ഞങ്ങൾ ഇനി യുദ്ധം നടത്തി ഇസ്രായേലിന്, ഞങ്ങൾ ഒരിക്കലും ഇസ്രായേലിന് മാപ്പ് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ UK നിന്ന് വരുന്ന പ്രശ്നം കാരണം, അതായത് IRGCയുടെ സ്വന്തം ആൾക്കാരാണ് UK ലേബർ ഗവൺമെന്റ്, അതായത് ഇസ്ലാമോ ലെഫ്റ്റ് ലോബി അവിടെ വർക്ക്ഔട്ട് ചെയ്യണമെന്നുള്ള ഉദാഹരണമാണ്. അപ്പം അവിടുത്തെ വോട്ടേഴ്സ് ഇതിനെതിരാണെന്ന് കാണുമ്പോഴേക്ക് ലേബർ പാർട്ടിന്റെ മെസ്സേജ് പിന്നെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിൽ പോകുന്നു. ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ത് ചെയ്യുന്നു, ഇസ്ലാമിക് റിപ്പബ്ലിക് പിന്നെ യുറാനിയം എൻറിച്ച്മെന്റ് കുറയ്ക്കും എന്നുള്ള രീതിയിൽ UK സന്ദേശം കൊടുക്കുന്നു. അപ്പോൾ എന്താ പറയാ, ആ ഒരു ഇസ്ലാമോ ലെഫ്റ്റ് കളി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഉത്തമ ഉദാഹരണമാണ്. അപ്പൊ ഇതിൽ ആരാണ് യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത്? സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്നു, അവരെ വഞ്ചിക്കപ്പെടുന്നു. ലേബർ പാർട്ടി പോലത്തെ ലെഫ്റ്റ് പാർട്ടികൾ, യൂറോപ്പിലുള്ള ലെഫ്റ്റ് പാർട്ടികൾ എന്ത് ചെയ്യുന്നു, അവരുടെ കീശ നിറയ്ക്കുന്നു. എന്ത് ചെയ്യുന്നു, ഈ ചൈന പിന്നെ റഷ്യ പോലെ, ഈ നോർത്ത് കൊറിയ പോലത്തത് ആൾക്കാർ കമ്മ്യൂണിസ്റ്റ് ഭരണം, കമ്മ്യൂണിസ്റ്റ് ഓർഡർ, അവർ സൂപ്പർ പവേഴ്സ്, അവരുടെ പവറിന് വേണ്ടി അവർ കളിക്കുന്നു. അവരുടെ പിന്നെ എന്താ പറയുക, അവർ സൂപ്പർ പവർ ആവാൻ വേണ്ടി, അവരുടെ നേതൃത്വത്തിലുള്ള ലോകം കൊണ്ടുവരാൻ വേണ്ടി അവർ കളിക്കുന്നു. അപ്പോ ഇറാന്റെയും മുസ്ലിം ബ്രദർഹുഡിനും ഇതിലുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ശരിയ സ്റ്റേറ്റ് കൊണ്ടുവരാൻ നോക്കുന്നു. അപ്പൊ ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്ന പോലെ ഇവർക്ക് രണ്ടാളുടെ ശത്രു കോമൺ എനിമി വെസ്റ്റ് ആണ്. അപ്പൊ വെസ്റ്റിനെ ഡിസ്മാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഗുണം ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു, ആ ഡിസ്മാൻഡിൽ ചെയ്യാൻ വേണ്ടി ഇവർ ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിസ്റ്റുകളും ലെഫ്റ്റുകളും കൂടി ഒരു സ്ട്രേഞ്ച് ബെഡ് ഫെല്ലോസ് ആയിട്ട് അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ നമ്മൾ ഈ ന്യൂസുകൾ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ നമുക്ക് ആ ഒരു കോണ്ടെക്സ്റ്റ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനിയിപ്പോ പോക്കി നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ്, ഞാൻ ഇനി വീണ്ടും വിശദീകരിക്കുന്നില്ല. അതായത് ഈ യുദ്ധം നടക്കുന്ന വരെ ഇവരൊന്നും സീനിലില്ല. പിന്നെ ഇവർ മരിച്ചതിന് ശേഷം ഇവരൊക്കെ ജേർണലിസ്റ്റുകളാണെന്ന് പറയുന്ന ആ ഒരു കോണ്ടെക്സ്റ്റ്, ആ ഒരു രീതിയിലുള്ള കോണ്ടെക്സ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി നമ്മുടെ
കോണ്ടക്സ്റ്റലൈസേഷൻ ചെയ്യുന്ന നാരേറ്റീവ് സെറ്റ് ചെയ്യുന്ന ഒരു പരിപാടി. ഇപ്പോൾ 20 ഇസ്രായേൽ ഗാസയിൽ ഹോസ്പിറ്റലിൽ ഹിറ്റ് ചെയ്തപ്പോൾ 20 പേര് മരിച്ചു. അതിൽ 20 പേര് ജേർണലിസ്റ്റിലായിരുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷമാണ്. അത് ജേർണലിസ്റ്റുകൾ ഈ പ്രസ് എന്ന് പേര് ഇവിടെ ഷർട്ടിൽ വെച്ചതുകൊണ്ട് മാത്രം ജേർണലിസ്റ്റിൽ ആവുന്നില്ല, അല്ലെങ്കിൽ അവർ തീവ്രവാദികൾ ആവാതിരിക്കുന്നില്ല. ഈ ഇസ്ലാമിസ്റ്റ് ബ്രദർഹുഡിലുള്ള ആൾക്കാർ, മുസ്ലിം ബ്രദർഹുഡിലുള്ള ആൾക്കാരൊക്കെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും സയന്റിസ്റ്റുകളൊക്കെ തന്നെയാണ്. അവരെന്തുകൊണ്ട് തീവ്രവാദികളാവുന്നത്? തീവ്രവാദികളുടെ ഡെഫിനിഷൻ എന്താണ്? അവർ എഡ്യൂക്കേഷൻ ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല അവരുടെ ഡെഫിനിഷൻ. അവരുടെ ഡെഫിനിഷൻ എന്താണ്? അവർ ഭീകരവാദം നടത്തിക്കൊണ്ട് ജനങ്ങളെ കൊന്നൊടുക്കാൻ നോക്കുന്നുണ്ടോ? ഒരു പ്രത്യേക ജനക്കൂട്ടത്തിന്റെ വെറുപ്പോടുകൂടി നോക്കിക്കണ്ട് അവരെ നിർമ്മാണം ചെയ്യാൻ നോക്കുന്നുണ്ടോ എന്നാണ് അതിന്റെ കോണ്ടെക്സ്റ്റ്. എന്താണ് അതിന്റെ പൊരുൾ? എന്നാണ് ടെററിസം എന്ന് പറയുന്നത്? അപ്പൊ അതിന് ആ രീതിയിൽ മനസ്സിലാക്കണം. അല്ലാതെ അവർ ജേർണലിസ്റ്റുകളായതുകൊണ്ട് അവർ തീവ്രവാദികളാവില്ല എന്നുള്ള നാരേറ്റീവ് ഇവിടെ സെറ്റ് ചെയ്യാൻ നോക്കുന്ന ഒരു പരിപാടിയാണ് ചൈനയിലെ റഷ്യയിലെ അടിസ്ഥാനത്തിലുള്ള വെസ്റ്റിലുള്ള മീഡിയ ഹൗസസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ന്യൂസ് വിട്ടുപോയെന്ന് തോന്നുന്നു. ഞാൻ ഇസ്രായേലിന്റെ ന്യൂസ് തന്നെയാണ്. എ സിഗ്നിഫിക്കന്റ് സോഴ്സ് ഓഫ് നോളജ്, IDF kills Hamas's head of general security apparatus in Gaza. അപ്പോൾ ഈ ഹമാസ് എന്ന് പറയുന്ന സാധനത്തിനെ ഒന്നടങ്കം ഇല്ലാതാക്കാനുള്ള പരിപാടി തന്നെയാണ് IDF ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ രീതിയിലുള്ള ഹമാസിന്റെയും മുസ്ലിം ബ്രദർഹുഡിനെയും നശിപ്പിക്കാൻ നോക്കുന്ന ഒരു ഇസ്രായേലാണ് അവിടെയും തീവ്രവാദികൾ. ആർക്ക്? അല്ലെങ്കിൽ ഇസ്രായേലാണ് അവിടെയും ജനോസൈഡും സ്റ്റാർവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആർക്ക്? UN-നും യൂറോപ്യൻ യൂണിയനും. ബാക്കിയുള്ളവരൊക്കെ ഈ ഹമാസും ബാക്കിയുള്ള ഇസ്ലാമിസ്റ്റുകളും മുസ്ലിം ബ്രദർഹുഡൊക്കെ ഇവർക്ക് പാവപ്പെട്ടവരാണ്. അതാണ് നമ്മുടെ ഇവരുടെ ഇടത്തന്മാരുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ UN-ഉം ഇപ്പോഴത്തെ EU ഒക്കെ ഈ പറഞ്ഞ പോലെ ഇടത്തന്മാരുടെ ഇരട്ടത്താപ്പാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവരൊക്കെ ഇടത്തന്മാരാണ്. അങ്ങനത്തെ ഒരു വേൾഡ് ഓർഡറാണ് ഇപ്പൊ നടന്നുള്ളത്. അപ്പോ ഇനി നമ്മുടെ ഈ ഇടത്തന്മാരുടെ ഉള്ളിലുള്ള ആന്റിസെമിറ്റിസം, അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ആർട്ടിക്കിളാണ്. ആൻഡ് ഒബാമ സ്പീച്ച് റൈറ്റേഴ്സ് അൺഫ്ലിഞ്ചിങ് ലുക്ക് അറ്റ് ലെഫ്റ്റ് വിങ് ആന്റിസെമിറ്റിസം. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന സംഭവമാണ്. നമ്മുടെ ജെറമി കോർബൈൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു നമ്മുടെ ലേബർ പാർട്ടിയിൽ, ഇപ്പോഴത്തെ UK ഭരണകൂടത്തിന്റെ ലേബർ പാർട്ടിയിൽ. അപ്പൊ ഇയാളെ പുറത്താക്കാണ് ചെയ്തത്. ഇയാൾ ഈ നമ്മുടെ കെയർ സ്റ്റാർമർ എന്ന് പറഞ്ഞ പ്രൈം മിനിസ്റ്റർ വരുന്നതിന് മുന്നേ ജെറമി കോർബൈൻ ആയിരുന്നു മെയിൻ ലീഡർ ഈ ലേബർ പാർട്ടിന്റെ. ഇയാൾ ഭരണത്തിൽ ഏറുന്നതിന് മുന്നേ ഇയാളുടെ ആന്റിസെമറ്റിക്, ഇയാളുടെ ജൂതവിരുദ്ധ പോസ്റ്റുകൾ ആൾക്കാർ മനസ്സിലാക്കുന്നു, അത് പുറത്തു കൊണ്ടുവരുന്നു. അതിനുശേഷം ഇയാള് ആ ഒരു ഇതിന്ന് മാറ്റുകയാണ്. അപ്പൊ ഇയാൾ എന്ത് ചെയ്യുന്നു? ഇയാള് വേറെ ഒരു കാക്കത്തിന്റെ ഒപ്പം അവിടെ പോയിട്ട് കാക്കമാരൊപ്പം അവിടെ വേറൊരു എക്സ്ട്രീം ലെഫ്റ്റ് പാർട്ടി തുടങ്ങുന്നു. ഒരു കാക്കത്തിനെ അവിടെ മെയിൻ സ്പോക്സ് പേഴ്സണായി കൊണ്ടുവെക്കുന്നു. അതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അങ്ങനത്തെ കുറെ കോമഡികളാണ് ഇപ്പൊ നമ്മുടെ യൂറോപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ തന്നെ അടിസ്ഥാനത്തിൽ വരുന്നതാണ് നമ്മുടെ ഇസ്ലാമോ ലെഫ്റ്റ് ലോബിയുടെ ഒരു പരിപാടിയാണ്. നിങ്ങൾ തന്നെ ഇപ്പൊ പോക്കിരി പറഞ്ഞൊരു സംഭവം തന്നെയാണ്. അതായത് ഈ പറഞ്ഞ പോലെ മെൽബേണിൽ നടന്നുകൊണ്ട് സിനഗോഗിനെ അറ്റാക്ക് ചെയ്യുന്ന ഓസ്ട്രേലിയയിൽ നടന്നിട്ടുള്ള സംഭവം, മെൽബൺ സിനഗോഗിൽ അറ്റാക്ക് നടന്നിട്ടുള്ളത് ഓർക്കസ്ട്രേറ്റഡ് ബൈ ഇറാൻ ഈ പ്രോക്സികളെ വെച്ചിട്ട്, യമനിൽ ഹൂത്തികളെ വെച്ചിട്ട്, ലബനാനിൽ ഹെസ്ബുള്ളനെ വെച്ചിട്ട്, അങ്ങനത്തെ കുറെ പ്രോക്സികളെ വെച്ചിട്ട് കളിക്കുന്ന ഒരു കളിയാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതേപോലെ മുസ്ലിം ബ്രദർഹുഡും കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഹമാസിന് ഒരു പ്രോക്സിയാണ് മുസ്ലിം ബ്രദർഹുഡിന് ഈജിപ്തില്. ഇതിന്റെ അതേ പ്രോക്സിയാണ് സുഡാനിലുള്ള ഇപ്പോഴത്തെ ഭരണകൂടം. ഇങ്ങനത്തെ പ്രോക്സി വാർസ് ആണ്. അപ്പൊ നേരിട്ട് ചോദിക്കുമ്പോൾ ഇവരൊന്നും ഞങ്ങളെ ആൾക്കാരല്ല, പക്ഷെ ഇവർ ഇതിന് ഉള്ളിൽ കൂടി കളിക്കുന്നുണ്ട്. ഇവരാണ് ഇതിന്റെ ആൾക്കാർ, മെയിൻ ആൾക്കാർ എന്നുള്ളത് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. ഇതൊരു പരസ്യമായ രഹസ്യമാണ്. അപ്പൊ പക്ഷെ ഈ ഇടത്തന്മാർ ഇത് അംഗീകരിക്കൂല. അപ്പൊ ഇങ്ങനത്തെ കുറെ കൺഫ്യൂഷനിൽ നിന്ന് ഉണ്ടാവുന്ന ഓരോ പ്രശ്നങ്ങളാണ് ഇങ്ങനത്തെ കുറെ അറിവില്ലായ്മ കൊണ്ട് ഓരോ ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാർ ഈ പറഞ്ഞ പോലെ ഇപ്പൊ അവിടെ പോയിട്ട് വെടിവെപ്പൊക്കെ നടത്തിയല്ലോ ക്രിസ്ത്യാനികൾക്കെതിരെയൊക്കെ മിനസോട്ടയിൽ പോയിട്ട്. അപ്പൊ ഇവരുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഓൾറെഡി കുറെ ഹോർമോണൽ ഇംബാലൻസ്, കാരണം ഇവര് പുതിയതായിട്ട് ഒരു ഹോർമോൺ എടുക്കുകയാണ്, ഒരു ടെസ്റ്റോസ്റ്റെറോൺ ബ്ലോക്കേഴ്സ് എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഇവർ എടുക്കുന്നു. അതായത് ഫീമെയിൽ എൻഹാൻസ്മെന്റ് അങ്ങനത്തെ ഹോർമോൺസ് ഇവർ എടുക്കുന്നു. അപ്പൊ ഇവർക്ക് ഓൾറെഡി ഇവർക്കൊരു മെന്റൽ പ്രശ്നമുണ്ട്. അതായത് ഈ ഹോർമോൺ ഇൻഡ്യൂസ്ഡ് മെന്റൽ പ്രോബ്ലംസ് ഇവർക്ക് ഉണ്ടാവും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പ്രൈഡ് പാരഡൈസിൽ കാണുന്ന പോലത്തെ ഫ്ലാംബോയൻസും അങ്ങനത്തെ ആ രീതിയിൽ എക്സ്ട്രാവഗാൻസും നമുക്ക് കാണേണ്ടി വരുന്നത്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ലെഫ്റ്റിന്റെ ആ ഒരു രീതിയിലുള്ള ഹിപ്പോക്രസി കൂടി ആകുമ്പോൾ ഇവർ ജൂതന്മാരെ ഇങ്ങനത്തെ എന്തോ വലിയ സംഭവമാണെന്നുള്ള ഇങ്ങനത്തെ കോൺസ്പിറസി തിയറീസ് ഇവരുടെ തലച്ചോറിനുള്ളിൽ കയറി പറ്റുകയാണ്. അങ്ങനത്തെ രീതിയിൽ നിന്ന് ഇവരുടെ ഇന്റർണൽ ഫ്രസ്ട്രേഷൻ കൊണ്ട് കാട്ടിക്കൂട്ടുന്ന കുറെ വിക്രസുകളാണ് ഈ ഇപ്പൊ നമ്മൾ മിനസോട്ടയിൽ കണ്ട ഈ പറഞ്ഞ പോലത്തെ ഈ അസാസിന് അല്ലെങ്കിൽ ആ ഒരു മാസക്കർ എന്ന് പറയുന്നത്.
അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇങ്ങനത്തെ രീതിയിൽ വെസ്റ്റിൽ ഡിസ്മാൻഡിൽ ചെയ്യാൻ വേണ്ടി വെസ്റ്റിൽ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ഫണ്ട് ചെയ്യുന്ന ഈ ആൾക്കാരെയാണ് UN EU ഓക്കെ ആക്കി വിടുന്നത്. ഇസ്രായേൽ അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ നശിപ്പിക്കാൻ നോക്കുമ്പോൾ ഇസ്രായേലിനെ പിന്നെ എന്ത് മുദ്ര കുത്തുന്നു, തീവ്രവാദികളായിട്ടും ജനോസൈഡിന്റെ ആൾക്കാരായിട്ടും മുദ്ര കുത്തുന്നു. അപ്പൊ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പൊ ഇത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബഹായ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന പിന്നെ ഇറാനിലുള്ള ഒരു കമ്മ്യൂണിറ്റി, ഇവർക്കൊരു ടെമ്പിൾ ഉണ്ട്, നമ്മുടെ ലോട്ടസ് ടെമ്പിൾ എന്ന് പറയുന്ന ഡൽഹിയിലുള്ള ഒരു ടെമ്പിൾ ആണ്. ഇവര് നല്ലൊരു ആൾക്കാരാണ്. അതായത് ഇവർക്കൊരു പ്രത്യേകിച്ച് ദൈവം അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഒരു സെക്യുലറിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്ലൂറലിസ്റ്റിക് ആയിട്ടുള്ള എല്ലാ മതങ്ങളുടെയും നന്മകൾ എടുത്തുകൊണ്ട് ബഹായ് എന്ന് പറയുന്ന ആൾ തുടങ്ങിയ ഒരു മതമാണിത്. ഇവർ കുറെ പേരുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഡൽഹിയിലുണ്ട് നമുക്കൊരു ടെമ്പിൾ ഉണ്ട്, ലോട്ടസ് ടെമ്പിൾ. ഇവർ ഇറാനിൽ ഇവരെ കാലങ്ങളായിട്ട് ഇവരെ പെർസിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് എല്ലാ കാഫറുകളും പെർസിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ജൂതന്മാർ പെടുന്നുണ്ട്, ബഹായികളും പെടുന്നുണ്ട്. അപ്പൊ ഇറാന് പെർസിക്യൂട്ട് ചെയ്യുന്ന കാഫറുകളൊപ്പം കാഫറുകളെ കൂട്ടത്തിലുള്ള ഒരാളാണ് ബഹായി എന്ന് പറയുന്ന ആൾക്കാർ. ഇപ്പൊ അടുത്ത് അവരെ കൂടുതലായിട്ട് അവരെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഇറാനാണ് നമ്മുടെ എന്താ പറയുക യുഎന്റെയും സ്വന്തം ആള് എന്ന് പറയുന്ന ആള്. ഇവരൊന്നും ചെയ്യുന്നത് പ്രശ്നമല്ല. ഇസ്രായേൽ സ്വന്തം രാജ്യത്തിന് ഹമാസിൽ നിന്ന് രക്ഷിക്കാനും ഇസ്ലാമിസ്റ്റുകളിൽ നിന്ന് രക്ഷിക്കാനും വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഇവർക്ക് എന്ത് ജനോസൈഡ്, അല്ലെങ്കിൽ ഇവർക്ക് എന്ത് സ്റ്റാർവേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഇവരുടെ ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമോ ലെഫ്റ്റിന്റെ പരിപാടികൾ, ലെഫ്റ്റ് ലിബറൽ വോക്സ്റ്റേഴ്സിന്റെ ഈ ഹിപ്പോക്രസി എന്ന് പറയുന്നത്, കാപട്യം എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പൊ അടുത്ത് ഇറാനിൽ ഒരു വോട്ടെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. അതായത് അവിടെ പിന്നെ ജനാധിപത്യം ഒന്നും ഇല്ലല്ലോ, ഇസ്ലാമിക് റൂൾ അല്ലേ. അപ്പൊ ഈ ഒരു വോട്ടെടുപ്പ് നടത്തിയ സമയത്ത്, പുറത്തുനിന്നുള്ള ആൾക്കാർ വോട്ടെടുപ്പ് നടത്തിയ സമയത്ത് 1,75,000 പേരിൽ വോട്ടെടുപ്പ് നടത്തിയപ്പോൾ അതിൽ 75% പേർക്കും ഇസ്ലാമിക് റിപ്പബ്ലിക് വേണ്ട എന്നാണ് പറയുന്നത് ഇറാനികൾ. അപ്പോൾ അവിടെ ഡെമോക്രസി ഇല്ല, അവിടെ ഡെമോക്രസി ചത്തു കഴിഞ്ഞിട്ട് കാലങ്ങളോളമായി. അപ്പോൾ ഇതൊന്നും UN പ്രശ്നമല്ല. ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആയിട്ടുള്ള ഇസ്രായേൽ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അവർക്ക് പ്രശ്നം. അപ്പോൾ ഇതാണ് വേറൊരു സംഭവം എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ഇതേ കോണ്ടെക്സ്റ്റിൽ ഇറാഖിൽ നിന്ന് ഐസിസ് പ്രവർത്തകരെ ഡിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടർക്കിഷ്, റഷ്യൻ, അസേരി നാഷണൽസ് ആയിട്ടുള്ള ഐസിസ് പ്രവർത്തകരെ ഡിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ യൂറോപ്പിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ഐസിസിൽ പോയിട്ടുള്ളത് ബെൽജിയത്തിൽ നിന്നാണ്. 439 പേരാണ് ബെൽജിയത്തിൽ നിന്ന് ഐസിസിൽ പോയിട്ടുള്ളത്. ഇതേപോലെ യൂറോപ്പിലുള്ള ഓരോ രാജ്യങ്ങളിൽ നിന്നും ഐസിസിൽ പോയി ചേർന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പോയി ചേർന്നിട്ടുള്ളത് ബെൽജിയത്തിൽ നിന്നിട്ടാണ്. അപ്പൊ ഇവര് ഐസിസ് തകർന്നപ്പോ ഇവര് തിരിച്ചു വന്നപ്പോ ഇവരെന്താ ചെയ്തത്? ഇവരെ മര്യാദക്ക് മോണിറ്റർ ചെയ്തില്ല, ഇവരെ തിരിച്ചെടുക്കുക മാത്രമല്ല, ഇവർക്ക് മര്യാദക്ക് മോണിറ്ററിങ് കൂടി ചെയ്തിട്ടില്ല. ഇവരെ മോണിറ്റർ ചെയ്യാണ്ട് ഇവരെ കരച്ചിൽ കാണുമ്പോഴേക്കും ഞങ്ങൾ മനുഷ്യത്വവാദികളാണെന്നും പറഞ്ഞുകൊണ്ട് ഇവരെ അങ്ങ് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ഇവരെ സ്വീകരിച്ചിരുത്തി. എന്നിട്ട് ഇവരാണ് ഇപ്പൊ യൂറോപ്പില് പല സ്കൂളുകളിലും ചെറിയ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ നഗ്ന സത്യം എന്ന് പറയുന്നത്. അത് ബെൽജിയത്തിലാണ് ഏറ്റവും കൂടുതൽ തീവ്രവാദികളുള്ളത്. സ്വീഡനിൽ ഈ പറഞ്ഞ പോലെ പല ഐസിസുകാരും തിരിച്ചെടുത്തിട്ട് അവരാണ് പല സ്കൂളുകളിൽ ഇപ്പൊ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, പല സബ്ജക്റ്റുകളും. ഇതാണ് ഇവിടുത്തെ നഗ്ന സത്യം. ഇങ്ങനത്തെ ആൾക്കാരാണ് ഇവിടെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈ ഇസ്ലാമോ ലെഫ്റ്റിന് അല്ലെങ്കിൽ ഈ ഇസ്ലാമിക് ടെററിസത്തിന് എനേബിളേഴ്സ് ആയി മാറുകയാണ്. they are becoming the left liberal wokesters are becoming the enablers of Islamic terrorism in Europe or in the general West എന്നുള്ള ഒരു ഫാക്റ്റ് ആണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിലാണ് ഇവിടെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇങ്ങനത്തെ ആൾക്കാർ ഇവിടെ വന്നിട്ട് എന്താണ് കാട്ടിക്കൂട്ടണത്? ഇങ്ങനത്തെ ആൾക്കാരാണ് ഇവിടെ വന്നിട്ട് കാട്ടിക്കൂട്ടണ പരിപാടികൾ. അതായത് കാനഡയിൽ നിന്നിട്ടാണ് ഈ സ്ത്രീ പറയുകയാണ്, പിന്നെ എല്ലാ വൈറ്റ് സുപ്രമസിസ്റ്റ് ആണ്, ഞാൻ പ്രോ പലസ്തീൻ ആണ്, ഞാൻ പ്രോ ഹമാസ് ആണ്, ഞാൻ ഒരു ഹമാസ് ആണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഹെയ്റ്റ് സ്പീച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കാതുകുത്തിയിരിക്കുന്നത് നോക്കൂ, തോക്കിന്റെ ചിഹ്നമാണ് കാതുകുത്തിയിരിക്കുന്നത്, ഹമാസിന്റെ ചിഹ്നം. ഇങ്ങനത്തെ ആൾക്കാരെയാണ് ഇവിടെ കയറിയിട്ട് ഇവരെ മനുഷ്യരെന്ന് പറഞ്ഞ് ഇവരെടുത്തിട്ട് ഇവരാണ് ഇങ്ങനത്തെ ഈ പരിപാടികളാണ് ഇവരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ. ഇതാണ് ലെഫ്റ്റ് ലിബറൽ വോക്സ്റ്റേഴ്സിന്റെ ഒരു പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ ഇവിടെ പല കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇതേ ആൾക്കാർ പിന്നെ നെതർലൻഡ്സിലും പല രാജ്യങ്ങളിലും പോയിട്ട് അവിടുത്തെ ആൾക്കാരെ റേപ്പ് ചെയ്യുന്നു. കാരണം ഇവരുടെ സംസ്കാരം അങ്ങനെയാണല്ലോ. 6-ാം വയസ്സിൽ കെട്ടാം, 9-ാം വയസ്സിൽ റേപ്പ് ചെയ്യാന്നുള്ള സംസ്കാരത്തിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ 17 വയസ്സായ പിന്നെ നീല കണ്ണുള്ള വെള്ള മുടിയുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ബ്ലോണ്ട് ആയിട്ടുള്ള ആൾക്കാരെ
പിന്നെ കണ്ടിട്ട് എന്താ പറയാ, ആ ഒരു ഇവരെ പെരുമാറാനൊന്നും ഇവരെ പഠിപ്പിച്ചിട്ടില്ലല്ലോ. കാരണം ഇസ്ലാം അങ്ങനെയാണല്ലോ, ഇസ്ലാമിൽ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം സ്ത്രീകളാ, പുരുഷന്മാരല്ല പ്രശ്നം. പുരുഷന്മാരെ പെരുമാറാൻ പഠിപ്പിക്കാത്തത് കൊണ്ട് സ്ത്രീകൾ മൂടി നടക്കണം എന്നുള്ള ചിന്താഗതിയൊക്കെ ഉള്ള ആൾക്കാരായതുകൊണ്ട് ഇവിടെ അവിടെ കയറിയിട്ട് പല രാജ്യങ്ങളിലും യൂറോപ്പിൽ ഈ പറഞ്ഞ പോലെ സ്ത്രീകളെ റേപ്പ് ചെയ്യുന്നു. ഇപ്പൊ സ്വീഡനിൽ തന്നെ ഏറ്റവും കൂടുതൽ റേപ്പ് നടക്കുന്ന സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട് യൂറോപ്പിൽ. റേപ്പ് ക്യാപിറ്റൽ എന്ന് പോലെ പറയാൻ പറ്റുന്ന ലെവലിലോട്ട് യൂറോപ്പിൽ മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 15 വർഷത്തിനിടയിൽ ഒരു ലക്ഷം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തിൽ ഇത്രയും ഒരു 10,000-കണക്കിന് കേസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് സ്വീഡനിൽ. 15 വർഷം മുന്നേ അത് വെറും 4-5 കേസുകളായിരുന്നു. ഇപ്പൊ അത് 10,000 കേസുകളാണ് ഒരു ലക്ഷത്തിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ യൂറോപ്പിലെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോ ഇപ്പോ അതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. പക്ഷെ യൂറോപ്പ് എല്ലായിടത്തും ഇതുപോലെ അല്ല. എല്ലായിടത്തും യൂറോപ്പിലുള്ള ആൾക്കാർ ഈ പറഞ്ഞ പോലെ സ്വന്തം രാജ്യം വിട്ടിട്ടുള്ള, അല്ലെങ്കിൽ സ്വന്തം രാജ്യസ്നേഹം ഇല്ലാത്ത കളികൾ, അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തിനെ വിട്ടുകൊണ്ടുള്ള, അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തെ വെറുത്തുകൊണ്ടുള്ള ഓയിക്കോഫോബിക് ആയിട്ടുള്ള കളികൾ യൂറോപ്പിൽ എല്ലായിടത്തും ഇല്ല. അത് ഈ യൂറോപ്യൻ യൂണിയനിൽ വരുന്ന ബെൽജിയം എന്ന് പറയുന്ന രാജ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള, ബെൽജിയത്തിന്റെ ബ്രസൽസ് ആണ് യൂറോപ്പിന്റെ സെന്റർ എന്ന് പറയുന്നത്. യൂറോപ്യൻ യൂണിയന്റെ വോണ്ടർലൈൻ എന്നൊക്കെ പറയുന്ന ആ ഒരു പുള്ളിക്കാരിന്റെ ഒക്കെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്, യൂറോപ്യൻ യൂണിയൻ ഹെഡ് ക്വാർട്ടേഴ്സ് ബ്രസൽസ് ആണ്. അപ്പൊ അവരുടെ അടിസ്ഥാനത്തിലുള്ള യൂറോപ്യൻ യൂണിയൻ ആയതുകൊണ്ടാണ് ഈ അവസ്ഥ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു വിസെഗ്രാഡ് കൺട്രീസിന്റെ ആൾക്കാർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ വിക്ടർ ഓർബാനൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ള സംഭവമാണ്. അപ്പൊ അവരുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ഇതുള്ളത് കൊണ്ട് അവര് പറയുന്നത് പോലെ പോളിസീസ് ബാക്കിയുള്ളവർ എടുക്കേണ്ടി വരും എന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പൊ യൂറോപ്പിലുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് 2015 ശേഷം ബോർഡേഴ്സ് തുറന്നു കൊടുക്കണം എന്ന് യൂറോപ്യൻ യൂണിയൻ പറഞ്ഞപ്പോൾ മൊത്തത്തിൽ എല്ലാ രാജ്യങ്ങളും തുറന്നു കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നത്, പലർക്കും ഇഷ്ടമില്ലാഞ്ഞിട്ടും. അങ്ങനെ ബോർഡേഴ്സ് തുറന്നു കൊടുത്തതിന് ശേഷം നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥകളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യൂറോപ്പിൽ. പക്ഷെ ഈ പറഞ്ഞ പോലത്തെ ഓയിക്കോഫോബിക് ആയിട്ടുള്ള, സ്വന്തം രാജ്യത്തിനെ വെറുക്കുന്ന രീതിയിലുള്ള, സ്വന്തം രാജ്യത്തിന് കുരുതി കൊടുക്കുന്ന രീതിയിലുള്ള നിലപാട് എടുക്കാത്ത 2 ഗ്രൂപ്പ് ഓഫ് രാജ്യങ്ങളുണ്ട്. 2 ഗ്രൂപ്പിംഗ് ഉണ്ട് യൂറോപ്പിൽ. ഒന്ന് ബാൾട്ടിക് കൺട്രീസ് ആണ്. ആ ബാൾട്ടിക് കൺട്രീസിൽ ഉൾപ്പെടുന്ന 3 രാജ്യങ്ങളാണ് എസ്തോണിയ, ലാറ്റ്വിയ, ലിത്വേനിയ. പിന്നെ വിസെഗ്രാഡ് ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് ആണ്. വിസെഗ്രാഡ് ഗ്രൂപ്പ് ഓഫ് കൺട്രീസിലാണ് നമ്മുടെ ഹംഗറി, വിക്ടർ ഓർബാന്റെ ഹംഗറി, നവറോക്കിന്റെ പോളണ്ട്, സക്കിയ, സ്ലോവാക്യ ഒക്കെ വരുന്നത്. അപ്പൊ ഈ 2 ഗ്രൂപ്പിംഗ് ആണ് തുടക്കം തൊട്ടേ നിങ്ങൾ പറയുന്നത് കേൾക്കത്തില്ല, ഞങ്ങൾക്ക് ഞങ്ങളെ സിവിലിയൻസ് ആണ് വരുന്നത്, ഞങ്ങൾക്ക് ഞങ്ങളെ സിറ്റിസൻസ് ആണ് വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സ്കിൽഡ് ലേബറിനെ മാത്രമേ ഞങ്ങൾ എടുക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് റെഫ്യൂജിനെ ഞങ്ങൾ എടുക്കത്തില്ല, ഞങ്ങൾക്ക് ഞങ്ങളെ ജനങ്ങളാണ് വലുത് എന്ന് പറഞ്ഞിട്ട് ഉള്ള, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള, ഞങ്ങളെ സേവിക്കാൻ പറ്റുന്ന രീതിയിൽ, ഞങ്ങളെ ജനങ്ങൾക്ക് സേവനമാകുന്ന രീതിയിലുള്ള ഹൈ സ്കിൽ ലേബറിനെ ഞങ്ങൾ എടുക്കത്തുള്ളൂ, ഞങ്ങൾ റെഫ്യൂജിനെ എടുക്കത്തില്ല, ഞങ്ങൾക്കൊന്നും അറിയാത്ത ആൾക്കാരെ ഞങ്ങൾ എടുക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം രാജ്യത്തിനെ കുരുതി കൊടുക്കാത്ത രീതിയിൽ ഇവരാണ് മുന്നിൽ നിന്നിരുന്നത്. അപ്പൊ അന്ന് ഇവർക്ക് കുറെ റിജക്ഷൻസ്, അന്ന് ഇവർക്ക് ഭയങ്കര റെപ്രിമാൻഡ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു യൂറോപ്യൻ യൂണിയന്റെ അടുത്തുനിന്ന്. പക്ഷെ ഇന്ന് ഇവരെയാണ് ബാക്കിയുള്ള യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ കണ്ടു പഠിക്കണമെന്ന് അവിടുത്തെ ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് എസ്തോണിയ എന്ന് പറയുന്ന ബാൾട്ടിക് കൺട്രീസിലെ ഏറ്റവും ഡെവലപ്ഡ് രാജ്യമാണ്. അവർ പറയുന്ന സംഭവം, ദ ബാർബറിറ്റി ഓഫ് ഹമാസ് മേക്സ് ഇറ്റ് ഇംപോസിബിൾ ഫോർ എസ്തോണിയ ടു റെക്കഗ്നൈസ് പലസ്റ്റൈൻ. അതായത് പലസ്തീനികൾക്കും പലസ്തൈൻ എന്നുള്ള കോസിനെ ഞങ്ങൾ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറയുന്ന നമ്മുടെ ബാൾട്ടിക് കൺട്രീസിൽ ഒരു രാജ്യമാണ് എസ്തോണിയ എന്ന് പറയുന്നത്. അപ്പൊ ഈ ബാൾട്ടിക് കൺട്രീസിലും ഈ വിസെഗ്രാഡ് കൺട്രീസും ഈ പലസ്തൈൻ എന്ന് പറയുന്ന കോസിനും അവരുടെ ആ ഒരു സംഭവം തുറന്നടിച്ച് ആ മുസ്ലിം ബ്രദറിന്റെ സംഭവങ്ങളൊക്കെ അവർ മനസ്സിലാക്കുന്നു, ആ രീതിയിൽ അംഗീകരിക്കുന്ന ഗവൺമെന്റ്സ് ആണ് അവിടെ ഉള്ളത്. അതിനെ നിങ്ങൾക്ക് ഇടതെന്നോ തീവ്ര വലതുപക്ഷമെന്നോ വലതെന്നോ തീവ്ര വലതുപക്ഷമോ എന്നോ പറഞ്ഞിട്ട് ഇടത്തന്മാര് കൂപ്പുകുത്തുന്നുണ്ട്. ഇനിയിപ്പോ അങ്ങനെ ജനങ്ങളൊപ്പം നിൽക്കുന്നവരെ തീവ്ര വലതുപക്ഷം എന്നൊക്കെ പറഞ്ഞ് കൂപ്പുത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയിലെ പോലെ തന്നെ സംഖ്യ എന്ന് പറയുന്നുണ്ടെങ്കിൽ സംഖ്യ തന്നെ പറയുന്നത് ഇഷ്ടമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോ അതാണ്. അപ്പൊ അടുത്ത ഒരു സംഭവം, ഇപ്പൊ ഈ ഒരു അടിസ്ഥാനത്തില് പെട്ടെന്ന് തന്നെ തീർക്കാൻ നോക്കാം. അപ്പോ ഈ ഒരു അടിസ്ഥാനത്തിൽ ഡെൻമാർക്കാണ് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പൊ ഞാൻ പറഞ്ഞു, ഈ 2 ഗ്രൂപ്പിംഗ്, ഈ വിസെഗ്രാഡ് ഗ്രൂപ്പിങ്ങും ബാൾട്ടിക് കൺട്രീസ് ഗ്രൂപ്പിങ്ങും ഇവർ തുടക്കം തൊട്ടേ ഇതിനെ എതിർത്തിരുന്ന ആൾക്കാരാണ്. അതായത് ഈ മാസ് ഇമിഗ്രേഷന്, ഈ അൺവെറ്റഡ് ആയിട്ടുള്ള മാസ് ഇമിഗ്രേഷന്. അപ്പോൾ ഇതിന്റെ തുടക്കത്തിൽ യൂറോപ്യൻ യൂണിയൻ പറയുന്നത് കേട്ടിട്ട് എല്ലാ ബോർഡേഴ്സ് തുറന്നു കൊടുക്കുകയും പിന്നീട് അത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ഇനിയും
ഈ പിന്നെ സ്വന്തം രാജ്യത്തിന് കുരുതി കൊടുക്കുന്നതിന് ഞങ്ങൾ ഇനി നിൽക്കത്തില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഇതിന് ഇനി പിന്തുണക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബോർഡേഴ്സ് അടച്ചിട്ടുകൊണ്ട് സ്വന്തം ജനങ്ങളെ സ്വന്തം ജനങ്ങളുടെ സർവീസ്, അവരുടെ ആ ഒരു വെൽഫെയർ മുന്നിട്ട് നിർത്തി, പിന്നെ ആ ഒരു മാസ് ഇമിഗ്രേഷന്റെ ആ ഒരു ബോർഡേഴ്സ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന പരിപാടിക്ക് പിന്നെ അത് നിർത്തലാക്കിയ, അല്ലെങ്കിൽ അതിനെതിരെ യൂറോപ്യൻ യൂണിയന്റെ ഈ ലെഫ്റ്റ് ലിബറൽ വോക്കിസത്തിന്, ബ്രസൽസിന്റെ യൂറോപ്യൻ യൂണിയന്റെ ലെഫ്റ്റ് ലിബറൽ വോക്കിസത്തിനെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്ന 3 രാജ്യങ്ങളാണ് ഡെൻമാർക്ക്, ഇറ്റലി, നെതർലാൻഡ്സ്. ഈ ഒരു തുടക്കത്തിൽ ബോർഡേഴ്സ് തുറന്നു കൊടുത്തു, പക്ഷെ അവർ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം ഇപ്പൊ അവർ ഈ യൂറോപ്യൻ യൂണിയന്റെ, ബ്രസൽസിന്റെ ഈ ലെഫ്റ്റ് ലിബറൽ വോക്കിസത്തിന്റെ എതിരെ സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പോ അതിന്റെ ഏറ്റവും സക്സസ്ഫുൾ എക്സാമ്പിൾ ഡെൻമാർക്കാണ്. അവർ തുടക്കത്തിൽ പലസ്തീനികളൊക്കെ എടുത്തു. 1982 കുറച്ച് പലസ്തീനികളെ റെഫ്യൂജീസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതില് 90% ആൾക്കാർ ഇപ്പൊ ജയിലില്ല, ക്രിമിനൽസ് ആയിട്ട്. അപ്പൊ ഇങ്ങനത്തെ കുറെ എക്സാമ്പിൾസ് ഇവർ പഠിച്ചത് കൊണ്ട് ഡെൻമാർക്കിൽ ഇപ്പോ ഈ പിന്നെ സ്കിൽഡ് ലേബറിനെ മാത്രം എടുക്കുന്നുള്ളൂ, റെഫ്യൂസിനെ എടുക്കുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവരിപ്പോ പിന്നെ യൂറോപ്യൻ യൂണിയനിലെ അടുത്തുനിന്ന്, ബ്രസൽസിന്റെ അടുത്തുനിന്നൊക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ റെപ്രിമാൻഡ് നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ദേ ഡോണ്ട് കെയർ എന്നുള്ള ഒരു സമീപനമാണ്. അപ്പോൾ ഇപ്പൊ വിസേഗ്രാഡ് കൺട്രീസും ബാൾട്ടിക് കൺട്രീസും ഒക്കെ ഡെൻമാർക്കിന് ഒപ്പാണ് നിൽക്കുന്നത്. പിന്നെ അവരുടെ ഈ ഡെൻമാർക്കിന്റെ ഒപ്പം നിന്നുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ യൂറോപ്പിലാണെന്നുണ്ടെങ്കിൽ, പിന്നെ ഈ പറഞ്ഞ പോലെ നെതർലാൻഡ്സിലും ഇറ്റലിയിലും. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു സ്വീഡനെ പോലത്തെ രാജ്യങ്ങൾക്ക് ശരിക്കും ഡെൻമാർക്ക് ഒരു എക്സാമ്പിൾ ആണ്. ഡെൻമാർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് സ്വീഡൻ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. കാരണം ഡെൻമാർക്കിന്റെ കുറെ കാര്യങ്ങളുണ്ട്, അതിലൊരു 1-2 കാര്യങ്ങൾ 3 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം ഈ ഒരു സെഗ്മെന്റിൽ. അതായത് ഡെൻമാർക്ക് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെൻമാർക്ക് ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന സാധനം എടുത്ത് മാറ്റിയിട്ട് സെൽഫ് റിലയൻസ് എന്നുള്ള ഒരു ടെർമിനോളജി അവിടെ കൊണ്ടുവന്നു. അതായത് ഇമിഗ്രൻസ് എന്നുള്ള ഇന്റഗ്രേഷൻ എന്നുള്ള അല്ല ഇവിടെ കാര്യം. നിങ്ങൾ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ജോലി എടുത്ത് ഇവിടെ ജീവിക്കണം, അല്ലാതെ ഇവിടുത്തെ വെൽഫെയർ പിന്നെ പിണുങ്ങിക്കൊണ്ടുള്ള ജീവിതം ഇവിടെ നടക്കൂല എന്നുള്ള രീതിയിലുള്ള ഒരു മെഷർ തുടക്കത്തിൽ തന്നെ കൊണ്ടുവന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ നിങ്ങൾ 2 വർഷത്തിന് വന്നിട്ട് ഇമിഗ്രന്റ് ആയിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് 2 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ജോലിയോ ഡാനിഷോ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ ഡീപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ഡീപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡീപ്പോർട്ട് ചെയ്യുമ്പോൾ പല ഡീപ്പോർട്ട് ചെയ്യപ്പെടുന്ന രാജ്യങ്ങളും അവർ ഈ സിറ്റിസനെ തിരിച്ചെടുക്കുന്നില്ല. അപ്പോൾ ഉദാഹരണത്തിന് സ്വീഡനിലാണെന്നുണ്ടെങ്കിൽ സ്വീഡനിലുള്ള 10,000-കണക്കിനുള്ള ക്രിമിനൽസിനെ ഡീപ്പോർട്ട് ചെയ്തപ്പോൾ അവരുടെ ഹോം കൺട്രീസ് ഇവിടെ തിരിച്ചെടുത്തില്ല. ഇറാഖ്, സൊമാലിയ വേറൊരു രാജ്യവും ഇറാനാണെന്ന് തോന്നുന്നു, ഇവർ തിരിച്ചെടുത്തില്ല ഈ ക്രിമിനൽസിന്. അപ്പൊ എന്ത് ചെയ്തു, സ്വീഡന് ഇവരെ വീണ്ടും തിരിച്ചെടുക്കേണ്ടി വന്നു. അപ്പോൾ ആ രീതിയിൽ അപ്പോൾ ഡെൻമാർക്ക് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെൻമാർക്ക് പിന്നെ ഡിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ഒന്നെങ്കിൽ ഹോം കൺട്രീസിലോ ഡിപ്പോർട്ട് ചെയ്യും. ഹോം കൺട്രീസ് തിരിച്ചെടുത്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഈ പറഞ്ഞ പോലെ ഒരു 3rd വേൾഡ് കൺട്രിയിലോട്ട് ഇവരെ ഡിപ്പോർട്ട് ചെയ്യും. എന്നിട്ട് അങ്ങനെ റൊവാൻഡ പോലത്തെ കൺട്രീസിൽ അവിടെ റൊവാൻഡ ആയിട്ട് ഇവർ സഖ്യത്തിൽ ഏർപ്പെട്ടുകൊണ്ട് റൊവാൻഡയിൽ ഇവർ അതിനുള്ള പൈസയും കൊടുക്കും. എന്നിട്ട് പിന്നെ അവിടെ റെഫ്യൂജി ക്യാമ്പ് സെറ്റ് ചെയ്ത് കൊടുക്കും. ഞങ്ങളുടെ രാജ്യത്ത് സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ട് വേറൊരു രാജ്യത്ത് റെഫ്യൂജി ക്യാമ്പ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇവരുടെ ഹോം കൺട്രീസിനെക്കാളും പിന്നെ മോശം അവസ്ഥയുള്ള വേറെ രാജ്യത്തോട്ട് ഇവർ ഡിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ സ്വന്തം രാജ്യത്തോട്ട് തന്നെ കയറാൻ വേണ്ടി നോക്കും, അല്ലെങ്കിൽ ഡെൻമാർക്കിൽ തന്നെ നിന്നുകൊണ്ട് പണിയെടുക്കാൻ നോക്കും. അതൊരു സർവൈവൽ എന്നുള്ള പറയുന്ന സംഭവമാണ്. മനുഷ്യർ ബേസിക്കലി മടിയന്മാരാണ്. അപ്പോൾ മനുഷ്യർക്ക് എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസ് വേണം, അല്ലെങ്കിൽ അവർ മടിയന്മാരാണ്. അപ്പൊ ആ ഒരു രീതിയിൽ ഇവരുടെ ആ ഒരു എന്താ പറയാ, അവരുടെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്നൊക്കെ പുറത്തു വരാനും അവർ പണിയെടുക്കാണ്ട് ഇവിടെ രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ അവരെ പിന്നെ ട്രെയിൻ ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ ഈ ഡെൻമാർക്കിലുള്ള 75% പിന്നെ ഈ പറഞ്ഞ പോലെ ഇമിഗ്രൻസും ഈ പണിയെടുക്കുന്ന ആൾക്കാരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ വെൽഫെയർ തിന്നുകൊണ്ട് പിടുങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലാതെ ഒരു സക്സസ്ഫുൾ ഇന്റഗ്രേഷൻ സ്റ്റോറി അവിടെ ഡെൻമാർക്ക് പിന്നെ യുവിന്റെ മുന്നിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വേറൊരു ഉത്തമമായ എക്സാമ്പിൾ ഡെൻമാർക്ക് ചെയ്യാനുള്ളത്, നമ്മൾ ഇന്ത്യയിലൊക്കെ ചെയ്യാനുള്ള ഒരു പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, യൂറോപ്പിന് മൊത്തമുള്ള എക്സാമ്പിൾ ആണ്, ഇന്ത്യയിലോട്ട് ഞാൻ പിന്നീട് വരുന്നുണ്ട്. അപ്പൊ ഈ കിൻഡർ ഗാർട്ടൻ തൊട്ട്, അതായത് പ്ലേ സ്കൂള് കാലഘട്ടം തൊട്ടിട്ട് പിന്നെ കുട്ടികളെ ഡാനിഷ് പഠിപ്പിക്കുന്നു. അതായത് ഇമിഗ്രൻസിന്റെ കുട്ടികൾ സ്കൂളിൽ വരണം നിർബന്ധമാണ്. അതായത് പ്രീ സ്കൂളിൽ വരണം നിർബന്ധമാണ്. എന്നിട്ട് പ്രീ സ്കൂളിൽ വരുന്നത് അവരുടെ പിന്നെ ശരിയ പോലെ സംഭവങ്ങളൊന്നും അവിടെ ബാൻഡാണ്. അപ്പൊ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഗവൺമെന്റ് റൺ കിൻഡർ ഗാർട്ടനിലോട്ട് മാത്രമേ കുട്ടികളെ കൊണ്ടുവരാൻ പാടുള്ളൂ. അങ്ങനെ കുട്ടികളെ കൊണ്ടുവരുന്നില്ലെങ്കിൽ അവരെ ഡീപ്പോർട്ട് ചെയ്യും എന്നുള്ള രീതിയിലും കൂടി അവിടെ നിയമം കൊണ്ടുവരണം. അങ്ങനെ കുട്ടികളാവുമ്പോൾ തന്നെ അവർ ആ ഒരു ഇൻഡോക്ട്രിനേഷൻ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഒരു പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ നമ്മുടെ പിന്നെ ഗെട്ടോ ലോസ് എന്ന് പറയുന്ന വേറെ കുറച്ച് ലോസ് ഉണ്ട്. അതായത് ഗെട്ടോയിസേഷൻ, ഇങ്ങനെ ഗെട്ടോസ് ഉണ്ടാകുന്നതൊക്കെ തകർത്തുകൊണ്ട് അവർ ഇന്റഗ്രേഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് പിന്നെ വർക്കിംഗ് പിന്നെ എൻവയൺമെന്റിലോട്ട് കൊണ്ടുവരുന്ന രീതിയിലോട്ടുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു വെക്കാണ്. അപ്പോ ഇനി വേറെ കുറച്ച് കമന്റോളികൾ ഇവിടെ നമ്മളെ പിന്നെ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. യൂട്യൂബിലും നമ്മളെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറെ ഫേക്ക് ഐഡിയിലാണ്, സ്വന്തമായിട്ട് പേരും ഫോട്ടോ ഒന്ന് കാണിച്ചിട്ട് വരാനുള്ള ധൈര്യമില്ല, എന്നിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ എറണാകുളത്തോട്ട് വാടാന്നൊക്കെ പറഞ്ഞിട്ട് ഇൻകം വിത്ത് സാഹിൽ എന്നും പിന്നെ അൺമാസ്കിംഗ് ഇസ്ലാമിക് ഫോബിയ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഫേക്ക് ഐഡികൾ, ചോളമുഖത്ത് മുഹമ്മദ് അലി എന്ന് പറഞ്ഞുള്ള 3 പേരുകളിലുള്ള ഫേക്ക് ഐഡികളൊക്കെ വന്നുകൊണ്ട് നമ്മളെ വെല്ലുവിളിക്കുകയാണ്. എന്താണ് വെല്ലുവിളി? അതായത് ജനോസൈഡ് ഇസ്രായേലിൽ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിൽ നിന്ന് തന്നെ ന്യൂസുകൾ വരുന്നുണ്ട് എന്ന്. അപ്പൊ ഇതാരാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? ഈ റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഹാരറ്റ്സ് എന്ന് പറയുന്ന പിന്നെ US ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ജ്യൂസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു ഡെമോക്രസിയാണ്. അപ്പൊ ഈ കാക്കമാർക്ക് ഡെമോക്രസി എന്താന്ന് അറിയില്ല എന്ന് തോന്നുന്നുണ്ട്. അതിനുള്ള ബുദ്ധിയുള്ളവർക്ക് മനസ്സിലായി, ആ ഒരു ബുദ്ധി അവർ വളർന്നിട്ടില്ല. ഈ ഡെമോക്രസി എന്ന് പറയുമ്പോൾ അവിടെ ഇടത് വലതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏതുപോലെയാണ് യൂറോപ്പിൽ ഇടത്തന്മാര് പിന്നെ സ്വന്തം കീശക്ക് സ്വന്തം മൂട്ടിന് വെടിവെക്കുന്ന രീതിയിലുള്ള പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതേപോലെ സ്വന്തം രാജ്യത്തിന് കൂർത്തി കൊടുക്കുന്ന രീതിയിലുള്ള പരിപാടികൾ ചെയ്യുന്ന ഇടത്തന്മാർ ഇസ്രായേലിലും ഉണ്ട്. അത് അവരുടെ മീഡിയ ഹൗസ് ആണ് ഹാരറ്റ്സ് എന്ന് പറയുന്ന മീഡിയ ഹൗസ്. ഹാരറ്റ്സ് എന്ന മീഡിയ ഹൗസ് പറഞ്ഞ് അവസാനം ഇസ്രായേല് പിന്നെ ജനോസൈഡ് ആണ്, ഇസ്രായേല് പിന്നെ സിയോണിസ്റ്റുകളാണ്, ഇസ്രായേല് പിന്നെ എന്താ പറയാ ഇസ്രായേലിനെ പറ്റി അവസാനം പറഞ്ഞ് അവസാനം ഇസ്രായേല് IDF സോൾജേഴ്സ് എല്ലാം പിന്നെ വാർ ക്രിമിനൽസ് ആണ് എന്ന് പറയും, യുദ്ധ കുറ്റവാളികളാണെന്ന് പറയുന്ന ലെവലിലോട്ട് വരെ എത്തി. അപ്പൊ നേതന്യാഹു എന്ത് ചെയ്തു? ഇതിലോട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്ലഡ് ലിബൽ ആണ്. ബ്ലഡ് ലിബൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺസ്പിറസി തിയറിയാണ്. അതായത് യൂറോപ്പിൽ മിഡീവൽ കാലഘട്ടത്തിൽ നിന്നുകൊണ്ടിരിക്കുന്ന കോൺസ്പിറസി തിയറിയാണ്. ഈ ഒരു കോൺസ്പിറസി തിയറി പ്രകാരം ജൂതന്മാര് ക്രിസ്ത്യൻ കുട്ടികളെ പിടിച്ചുകൊണ്ടുപോയിട്ട് പിന്നെ ബലിയെറുക്കും, പിന്നെ നമ്മുടെ പ്രീതിക്ക് വേണ്ടി, ദൈവത്തിന്റെ പ്രീതിക്ക് വേണ്ടി. അങ്ങനത്തെ ഒരു കോൺസ്പിറസി തിയറി ഇവിടെ യൂറോപ്പിൽ ഉണ്ടായിരുന്നു, മിഡീവൽ യൂറോപ്പിൽ. അത് ക്രിസ്ത്യാനികൾ കൊണ്ടുവന്നൊരു സംഭവമാണ്. കാരണം തുടക്കത്തിൽ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളെ പോലെ ആയിരുന്നല്ലോ, പിന്നീട് ഈ സെക്യുലറിസം ഒക്കെ അവരെ മയപ്പെടുത്തിയതാണല്ലോ. അപ്പൊ ആ ഒരു തുടക്കത്തിലുള്ള ആ ഒരു കോൺസ്പിറസി തിയറി എടുത്തുകൊണ്ട് നടക്കുന്ന ഇപ്പോഴും ഈ തീവ്ര വലതുപക്ഷത്തിൽ പെടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ ഈ ഹാരറ്റ്സ് ചെയ്യുന്നത് ഈ ബ്ലഡ് ലിബൽ ആണ് എന്ന് പറയുന്ന രീതിയിൽ നേതന്യാഹു പറഞ്ഞു. അപ്പൊ ഹാരറ്റ്സ് എന്ത് ചെയ്തു? ഒന്ന് മാറ്റിപ്പിടിച്ചു. ഇപ്പൊ അവരുടെ ന്യൂസുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവർ പറയുന്നുണ്ടാവും, അവർ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹാരറ്റ്സ് ഇപ്പൊ പറയണത് ഞങ്ങള് പിന്നെ ഒരിക്കലും പിന്നെ തീവ്രവാദികളൊപ്പമല്ല, ഞങ്ങൾ പിന്നെ ഇരകളൊപ്പാണ്, ഞങ്ങൾ ഹോസ്റ്റേജിന്റെ ഒപ്പാണ്, ഹോസ്റ്റേജിനെ കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഞങ്ങൾ പറയണത് എന്നുള്ള രീതിയിൽ ഹോസ്റ്റേജിനൊക്കെ വെച്ചിട്ട് ഇന്റർവ്യൂ എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇടത്തന്മാരുടെ രീതി എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മുടെ നേതന്യാഹു ഇസ്രായേലികൾ വീണ്ടും പിന്നെ ഈ പറഞ്ഞ പോലെ ഹൂത്തി പ്രൈം മിനിസ്റ്ററിനെ കൊല ചെയ്യുന്നു. ആരാണ് ഹൂത്തികൾ? തീവ്രവാദ സംഘടന, യമനിലുള്ള പിന്നെ ഇറാന്റെ പ്രോക്സി ആയിട്ടുള്ള തീവ്രവാദ സംഘടന. അപ്പൊ എന്തിനാണ് ഹൂത്തികളെയും ഹെസ്ബുള്ളേനൊക്കെ ഇസ്രായേലിയർ അറ്റാക്ക് ചെയ്യുന്നത്? ഇപ്പൊ ഹൂത്തി പ്രൈം മിനിസ്റ്ററിനെ ഇസ്രായേൽ കൊന്നു. അപ്പോൾ എന്തിനാണ് ഇസ്രായേൽ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത്? ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം മിഡിൽ ഈസ്റ്റിന്റെ നടുക്ക് വരുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തിലോട്ട് ചുറ്റുവട്ടത്തുള്ള എല്ലാ അറബ് രാജ്യങ്ങളും കാക്കാമാരുടെ രാജ്യങ്ങളും ബോംബ് ഇട്ടിട്ട് നശിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഗാസയിൽ കുട്ടികൾ മരിക്കുന്നു പറയുന്ന ആൾക്കാരോടൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇസ്രായേലിൽ കുട്ടികളെ മരിക്കാൻ വിട്ട് കൊടുക്കാത്തതാണോ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അല്ലല്ല, ഈ ഗാസക്കാർക്ക് ഒന്നുമില്ല, ബോംബ് തേങ്ങ ഒന്നുമില്ല. എന്നിട്ടാണോ 1200 ആൾക്കാർ ഒക്ടോബർ 7 കൊന്നത്? എന്നിട്ടാണോ പിന്നെ ബറാജ് ഓഫ് മിസൈൽസ് ഇറാനിൽ നിന്നും പിന്നെ ലെബനോനിൽ നിന്നും പിന്നെ യമനിൽ നിന്നൊക്കെ തൊടുത്ത് വിട്ടിട്ടും ഖത്തറിൽ നിന്നിട്ടുള്ള ഒക്കെ മീഡിയ ഹൗസസിന്റെ അൽജസീറിന്റെ കളികളൊക്കെ തൊടുത്ത് വിട്ടുകൊണ്ട് അവിടെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി പോരാടുന്നത്? അല്ലെങ്കിൽ ഇങ്ങനത്തെ ന്യൂസുകൾ ഇവിടെ ഉള്ളത് നിങ്ങൾ എന്താണ് കാണാതെ പോകുന്നത് എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. ഇതേ ഇസ്രായേൽ തന്നെയാണ് സിറിയയിലെ ഡ്രൂസിനെ സംരക്ഷിക്കുന്നത്. UN ഡ്രൂസുകളുടെ കാര്യത്തിൽ പ്രശ്നം
പ്രശ്നമില്ല, യസീദിന്റെ കാര്യങ്ങൾ പ്രശ്നമില്ല. ഇതേ ഇസ്രായേലിയർ തന്നെയാണ് സിറിയയിലെ ഡ്രൂസിനെ സംരക്ഷിക്കാൻ വേണ്ടി അവിടെയും പിന്നെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരേ സമയത്ത് പല രാജ്യങ്ങളായിട്ടാണ് ഇസ്രായേൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട്. ഏതൊരു രാജ്യം ഉണ്ടാവും ഇങ്ങനെ ചെയ്യുന്ന ഒരു രാജ്യം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒറ്റപ്പെട്ടുകൊണ്ട്? എന്നിട്ട് ഇസ്രായേലിയരാണ് ആര് പിന്നെ ജനോസൈഡിന്റെ ആൾക്കാർ. പിന്നെ ഹമാസും നമ്മുടെ മുസ്ലിം ബ്രദറുടെയൊക്കെ സ്വന്തം ആൾക്കാരാണ്, നമ്മുടെ UN-ന്റെയും EU-ന്റെ ഒക്കെ. ഇനി വേറെ നമ്മുടെ ഈ ഇടത്തന്മാരുടെ ഇരട്ടത്താപ്പിന്റെ വേറൊരു അടിസ്ഥാനത്തിലുള്ള ഒരു ന്യൂസാണിത്. അതായത് IDF ഇന്റർസെപ്റ്റ്സ് ഹൂത്തി മിസൈൽ ആഫ്റ്റർ സൈറൻ സൗണ്ട് ഇൻ ജെറുസലേം വെസ്റ്റ് ബാങ്ക്. ഇതെന്താണ് ഈ ന്യൂസ് എന്ന് പറയുക? ഈ ന്യൂസ് അതായത് ഹൂത്തികൾ പിന്നെ യമനിൽ നിന്ന് തൊടുത്തു വിടുന്ന പല മിസൈലുകളും IDF അയൺഡോമും ബാക്കിയുള്ള സംഭവങ്ങളും വെച്ചിട്ട് ഇന്റർസെപ്റ്റ് ചെയ്തു. അതായത് അതിനെ തൊടുത്തു വിട്ടു, അല്ലെങ്കിൽ അതിനെ പിന്നെ എയറിൽ നിന്ന് തന്നെ പിന്നെ പൊട്ടിത്തെറിപ്പിച്ചു. അതുകൊണ്ട് ജനങ്ങൾക്കൊന്നും പറ്റിയില്ല. ഈ ന്യൂസ് ലെഫ്റ്റ് ലീനിങ് ആയിട്ടുള്ള ഒറ്റ മീഡിയ ഹൗസസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ നോക്കൂ, ഇത് ലെഫ്റ്റ് ലീനിങ് ആയിട്ടുള്ള ഒറ്റ മീഡിയ ഹൗസസ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. റൈറ്റ് മീഡിയ ഹൗസസും മാത്രമാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. ഇതാണ് ഇവരുടെ രീതി എന്ന് പറയുന്നത്. അതായത് ഇസ്രായേൽ ചെയ്യുന്ന പല കാര്യങ്ങളും ഇവര് അവരുടെ നാരേറ്റീവ് സെറ്റ് ചെയ്യാത്തത് കൊണ്ട് ആ ഒരു റഷ്യ, ചൈന, നോർത്ത് കൊറിയ, ഇറാൻ, ഇസ്ലാമ ലെഫ്റ്റ് ഫണ്ടിങ്ങിനെ സപ്പോർട്ട് ചെയ്യാത്ത രീതിയിലായതുകൊണ്ട് ഈ ലെഫ്റ്റ് മീഡിയ ഈ ന്യൂസിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇവിടെ ശരിക്കും ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരൊരു സർവൈവലിന് വേണ്ടിയുള്ള ഒരു ഫൈറ്റാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. അപ്പോൾ IDF ഇന്റർസെപ്റ്റ്സ് ഹൂത്തി മിസൈൽ ആഫ്റ്റർ സൈറൻ സൗണ്ട് ഇൻ ജെറുസലേം. ആ യൂത്തികളിൽ നിന്ന് ബാക്കി അതാണ് നമ്മൾ പറഞ്ഞത്, ഇസ്രായേൽ എന്ന രാജ്യം ചുറ്റടുത്ത രാജ്യങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. ആ യുദ്ധങ്ങളൊക്കെ തൊടുത്തു വിട്ടിട്ടാണ് സ്വന്തം ജനങ്ങളെ ഞാൻ കൊന്നു തള്ളില്ല, ഞങ്ങൾ സ്വന്തം ജനങ്ങളെ ഞാൻ പിന്നെ കൊലക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഇസ്രായേലാണ് ഇവിടെ നമ്മുടെ പിന്നെ ഉദാഹരണമായി നിൽക്കേണ്ടത്. അല്ലെങ്കിൽ സ്വന്തം ജനങ്ങളെ നെക്സസ് സാക്രിഫൈസ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വിട്ടുകൊടുത്ത ഈ ഹമാസിനി മുസ്ലിം ബ്രദർഹുഡിനൊക്കെയാണ് UN-ഉം ബാക്കിയുള്ളവരൊക്കെ പിന്തുണയ്ക്കുന്നതും ഈ ലെഫ്റ്റ് ലിബറൽ വോക്സ്റ്റേഴ്സ് പിന്തുണച്ച് പലസ്തീൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്തുണയ്ക്കുന്നത്. ഇതാണ് ഇവിടുത്തെ പരിപാടി എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഈ ലെഫ്റ്റ് ലീനിങ് മീഡിയ 0 റിപ്പോർട്ടേജ് ആണ് ഈ ന്യൂസിന് കൊടുത്തിട്ടുള്ളത്. അവരുടെ നാരേറ്റീവ് സെറ്റ് ചെയ്യുന്നത് മാത്രമേ അവർ റിപ്പോർട്ട് ചെയ്തുള്ളൂ. ഇനി വേറൊരു ന്യൂസ് അവരെ നാരേറ്റീവ് സെറ്റ് ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ അവർ പിന്നെ റിപ്പോർട്ട് ചെയ്തു. ഏതാണ് ആ ന്യൂസ്? ലെബനീസ് ആർമി പ്ലാൻസ് ടു ക്യാരി ഔട്ട് സെൻസിറ്റീവ് മിഷൻസ് എമിഡ് US ബാക്ക്ഡ് ഹിസ്ബുള്ള ഡിസ്ആർമമെന്റ് പ്ലാൻ. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? അതായത് ലെബനോനിലെ ഭരണകൂടം അവിടുത്തെ ഹിസ്ബുള്ളനെ നശിപ്പിക്കാൻ നോക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ പുറത്താക്കാൻ നോക്കുകയാണ്. അപ്പൊ ആ പുറത്താക്കുന്നതിന്റെ ഇടയിൽ പിന്നെ എന്താ പറയാ, ആ പുറത്താക്കുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്നുള്ള രീതിയിലോട്ട് ഈ ന്യൂസ് പറഞ്ഞു വെക്കുകയാണ്. അപ്പൊ ഹെസ്ബുള്ള ആരാണ്? ഹെസ്ബുള്ള എന്ന് പറയുന്നത് തീവ്രവാദി സംഘടനയാണ്, ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണ്. ആരുടെ? ഷിയാക്കളുടെ, ആരുടെ? നമ്മൾ ഇറാന്റെ. ആ സംഘടനയോടെ പുറത്താക്കാൻ നോക്കുന്നതിനെ പിന്തുണക്കുന്ന രീതിയിലല്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അത് US-ന്റെ പിന്നെ കോൺസ്പിറസിയാണ്, US-ന്റെ വേൾഡ് ഡോമിനേഷൻ ഐഡിയ ആണെന്ന് പറഞ്ഞുകൊണ്ട് വെക്കുന്ന രീതിയിലുള്ള ന്യൂസുകൾ ലെഫ്റ്റ് ലീനിങ് മീഡിയ ആണ് മൊത്തത്തിൽ റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ ഇതാണ് ഇവരുടെ ഹിപ്പോക്രസി എന്ന് പറയുന്നത്, ലെഫ്റ്റ് ലിബറൽ വോക്സ്റ്റേഴ്സിന്റെ ഹിപ്പോക്രസി എന്ന് പറയുന്നത്. മീഡിയ വെച്ചാണ് ഇവരുടെ കളികൾ. ഈ ഒരു അടിസ്ഥാനത്തിൽ നമ്മുടെ US നമ്മുടെ ഈ പലസ്തീൻ എന്ന് പറയുന്ന ഐഡിയ വെക്കുന്ന എല്ലാവരും തീവ്രവാദി ചിന്താഗതിയിലുള്ളവരാണെന്നുള്ളത് കൊണ്ട് റിയലൈസേഷനിൽ കൊണ്ട് തന്നെ US ബാർസ് പലസ്തീനൻ ലീഡർ അബ്ബാസ് ഫ്രം UN എന്ന് പറയുന്നത്, അതായത് പലസ്തീനൻ അതോറിറ്റിയുടെ വെസ്റ്റ് ബാങ്കിലുള്ള ഭരണകൂടത്തിന്റെ പ്രൈം മിനിസ്റ്റർ ആണ്, പ്രസിഡന്റ് എന്തോ ആണ് മഹമ്മൂദ് അബ്ബാസ്. പുള്ളിക്കാരനെ UN-ലോട്ട് ബാൻ ചെയ്യാണ് ആര്? UN-ലെ ബാക്കിയുള്ളവർ ബാൻ ചെയ്യുന്നില്ല, കാരണം ലെഫ്റ്റ് ലിബറൽ വോക്സ്റ്റേഴ്സ് ആണല്ലോ. അപ്പൊ അവർ സപ്പോർട്ട് ചെയ്തപ്പോൾ UN അവരെ US അവിടെ വരണ്ട എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അവിടെ വരുന്നത് പിന്നെ തടഞ്ഞു. അപ്പൊ ഈ രീതിയിൽ ട്രംപിന്റെ വലതുപക്ഷത്തിനോട് നമുക്ക് യോജിപ്പുണ്ട്. പക്ഷേ ഇന്ത്യയിലോട്ട് വരുമ്പോൾ ട്രംപിന് എന്തോ ഒരു കളിയാണ്. അപ്പൊ ഇന്ത്യയിലോട്ട് വരുമ്പോൾ ഇന്ത്യ ഹാസ് ടേൺഡ് ഇൻ ടു ഓയിൽ മണി ലോണ്ട്രോമാറ്റ് ഫോർ ക്രെംലിൻ. വൈറ്റ് ഹൗസ് ട്രേഡ് അഡ്വൈസർ പീറ്റർ നവാറോ. ഇതാണ് ഈ നമുക്ക് യോജിച്ചു പോകാൻ പറ്റാത്തൊരു പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂസ് കണ്ടു എന്ന് വിചാരിക്കണം. ഈ രീതിയിലാണ് നമുക്ക് ഇതിനോട് യോജിച്ചു പോകാൻ പറ്റാത്തത്. കാരണം ഈ നമ്മുടെ ഈ ഒരു ഇസ്രായേലിൽ ഇപ്പോൾ US ചെയ്തുകൊണ്ടിരിക്കുന്ന സമീപനങ്ങളും ട്രംപിന്റെ സമീപനങ്ങളൊക്കെ നമുക്ക് യോജിച്ചു പോകാൻ പറ്റുന്നുണ്ട്. പക്ഷെ റഷ്യ, നമ്മുടെ ട്രംപ് അണ്ണൻ ഭരണത്തിൽ ഏറിയപ്പോൾ ഞാൻ 24 മണിക്കൂറിനുള്ളിൽ റഷ്യയും പിന്നെ ഉക്രൈനും തമ്മിലുള്ള യുദ്ധം
പിന്നെ ഞാൻ നിർത്തലാക്കും എന്ന് പറഞ്ഞിട്ട് ഇത്രയും കാലം നിർത്തലാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്നിട്ട് ഇപ്പൊ ഇത്രയും കാലം പുടിനോടൊക്കെ പറഞ്ഞിട്ട് പുടിൻ കേൾക്കണമില്ല. അപ്പോൾ ഈ റഷ്യ നേരിട്ടൊരു യുദ്ധത്തിന് പോകാൻ ഇവർക്ക് താല്പര്യമില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു, വേറെ സ്കേപ്പ് ഗോഡ്സിനെ കണ്ടെത്തുകയാണ്, ഒരു ബ്ലെയിം ഗെയിം നടത്തുകയാണ്. അത് ഇന്ത്യയാണ് എല്ലാത്തിനും കാരണം. ഇന്ത്യ ഇതിൽ പിക്ചറിലും കൂടി ഇല്ല. ഇന്ത്യക്ക് US-നെയും പിന്നെ റഷ്യനെ നമ്പാൻ പറ്റത്തില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒരു കൈയകലത്തിലാണ് നിർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ US പറയുന്നത് അംഗീകരിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ US പറയുന്ന മൊത്തം കാര്യങ്ങൾ ഇന്ത്യ അംഗീകരിക്കാത്തത് കൊണ്ട്, പിന്നെ ഇന്ത്യയുടെ നിലനിൽപ്പിന് വേണ്ടി ഇന്ത്യ നിലകൊള്ളുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു, ഇന്ത്യ റഷ്യനെ രണ്ടുപേരും കൈകാലത്ത് നിർത്തുന്നു. അത് ട്രംപ് അണ്ണനും US-ന്റെ ആൾക്കാർക്കും പിടിക്കുന്നില്ല. അപ്പോൾ യുദ്ധം റഷ്യൻ ഉക്രൈൻ വാർ നിർത്താത്തത്, അല്ലെങ്കിൽ അത് നിർത്തപ്പെടാത്തത്, അല്ലെങ്കിൽ അത് എൻഡ് ചെയ്യാത്തത് കാരണം ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞു വെക്കുന്ന ഒരു അവസ്ഥയിലോട്ട് പോവുകയാണ്. ഇതിനോട് നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല ട്രംപ് അണ്ണ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇനി വേറൊരു സംഭവം, വെസ്റ്റ് ബംഗാളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം, അതായത് നമ്മുടെ വെസ്റ്റ് ബംഗാൾ നമുക്കറിയാം, ഇന്ത്യയിൽ കേരളം കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ മുസ്ലിം പോപ്പുലേഷൻ വരുന്ന ഒരു സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ. കുറെ 40 കൊല്ലത്തോളം 35-40 കൊല്ലത്തോളം അവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണമായിരുന്നു. അതിനുശേഷം തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന മമതാ ബാനർജിയുടെ ഭരണകൂടമാണ് അവിടെ കയറിയിട്ടുള്ളത്. അതിനുശേഷം അവിടെ ഒരു മേജർ ഡെമോഗ്രാഫിക് ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ബംഗ്ലാദേശികളെ, പല അനധികൃതമായിട്ടുള്ള ഇല്ലീഗൽ മൈഗ്രൻസ് ബംഗ്ലാദേശിൽ നിന്നും മമതാ ബാനർജിന്റെ ഗവൺമെന്റ് അതിൽ ഉള്ളിലോട്ട് കയറ്റിവിടുന്നു എന്നുള്ളൊരു സംഭവം. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ പല സംഭവങ്ങൾ പുറത്തു വരുന്നു, പല അടിസ്ഥാനപരമായിട്ടുള്ള പല എവിഡൻസുകളും പുറത്തു വരുമ്പോൾ നമ്മുടെ അവിടുത്തെ തൃണമൂൽ കോൺഗ്രസിന്റെ മെയിൻ പടയാളിയാണ് മഹുവ മൊയ്ത്ര. അതായത് ഒരു രീതിയിലുള്ള പാർലമെന്റ് ഡെക്കറവും ഇല്ലാതെ ഒരു പൊളിറ്റിക്കൽ ഒപ്പോണന്റിന്റെ തല പിന്നെ പാത്രത്തിൽ വെച്ച് കൊടുക്കണം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സംഭവങ്ങൾ പാർലമെന്റ് കയറി പറയാണ്. ഇതാണ് ഒരു എന്താ പറയാ, ഞങ്ങളല്ല കാരണം, BJPന്റെ പിന്നെ ഹോം മിനിസ്റ്റർ ആണ് കാരണം, ഇന്ത്യൻ ഹോം മിനിസ്റ്റർ ആണ് കാരണം ഇവിടെ ബംഗ്ലാദേശിൽ കയറി വരാൻ കാരണം, അല്ല ഞങ്ങളല്ല എന്ന് പറഞ്ഞിട്ട് ഒരു പൊളിറ്റിക്കൽ ബ്ലെയിം ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ സെൻട്രൽ ലെഫ്റ്റ് എന്ന് സ്വയം പരിപോഷിപ്പിക്കുന്ന ലെഫ്റ്റ് പിന്നെ സ്പെക്ട്രത്തിൽ വരുന്ന തൃണമൂൽ കോൺഗ്രസ്. ഇതാണ് നമ്മുടെ കോൺഗ്രസിന്റെയും നമ്മുടെ ലെഫ്റ്റ് ലിബറൽ വോക്സ്റ്റേഴ്സിന്റെയും സംസ്കാരം എന്ന് പറയുന്നത്. ഇനി കേരളത്തിലോട്ട് വരുമ്പോൾ നമ്മുടെ US-ന്റെ നമ്മുടെ ഒരു പരിപാടി ഉണ്ടാകും. നമുക്ക് ഇന്ത്യക്കെതിരെ ഭയങ്കര താരീഫൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇന്ത്യ കുറെ നമ്മുടെ ഇന്ത്യ US-ലോട്ട് കയറ്റി അയക്കുന്ന സംഭവങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള ചെമ്മീൻ വലിയൊരു ഘടകമാണ്. അപ്പൊ ആ ഒരു അടിസ്ഥാനത്തിൽ എല്ലാ വർഷവും ഒരു പരിധി വരെ ഷ്രിമ്പിനെ ഇന്ത്യയിൽ പിന്നെ കേരളത്തിൽ നിന്ന് കയറ്റി അയക്കുന്നുണ്ട്. ഈ വർഷം 50% ഹൈക്ക് ആ ഒരു ഇമ്പോർട്ട് ഡ്യൂട്ടി കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ഇത് കയറ്റി അയക്കാൻ പറ്റുന്നില്ല കേരളത്തിന്. അപ്പൊ ആ ഒരു രീതിയിൽ ഷ്രിമ്പുകൾ ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ സ്റ്റോർ ഹൗസസിൽ പിന്നെ എന്താ പറയുക ചീഞ്ഞ് കിടക്കുകയാണ്, അല്ലെങ്കിൽ പൂപ്പൽ വരാൻ തക്കുന്ന രീതിയിൽ കിടക്കുകയാണ്. ഈ ഒരു ചെമ്മീൻ ബിരിയാണി ഇനി സമാനമായിട്ട് കഴിക്കാം വില കുറവില്. അപ്പൊ ഒരു റിസ്ക് ഉണ്ട് ആരിഫ് ഭായ്. നമ്മള് ഇതിലൊരു റിസ്ക് ഉണ്ട്. അതായത് ഞാൻ മനസ്സിലാക്കിയൊരു സംഭവമാണ്, അതായത് ഇവിടെ ഈ നമ്മളെ കേരളത്തിൽ മാറി വരുന്ന കോൺഗ്രസ് ആണെങ്കിലും ഇടതാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും കർഷകർക്കൊപ്പോ ചെമ്മീൻ തൊഴിലാളികൾ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പോ അവർ നിന്നിട്ടില്ല ഇതുവരെ. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കേരളത്തിലെ കടലിലുള്ള മീൻ സമ്പത്ത് കുറഞ്ഞു വരുന്ന ഒരു രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ്. അപ്പൊ മത്സ്യത്തൊഴിലാളികളൊപ്പം നിൽക്കണില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പൊ അടുത്ത് നമ്മുടെ പല പിന്നെ മത്സ്യത്തൊഴിലാളി മേഖലകളിലും കുറെ കാലങ്ങളായിട്ട് സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. വിഴിഞ്ഞത്താണെങ്കിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലാണെങ്കിലും മത്സ്യത്തൊഴിലാളികളെ പിന്നെ സപ്പോർട്ട് ചെയ്യണില്ല ഗവൺമെന്റ് എന്നുള്ള രീതിയിലും സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു അടിസ്ഥാനത്തിൽ തന്നെ നമ്മളെ കേരളത്തിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് പിന്നെ വന്നുകൊണ്ടിരിക്കുന്ന ആ മത്സ്യത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ മോശമാണ്. പല മത്സ്യങ്ങളും ഫോർമാൽഡിഹൈഡ് മുക്കിയിട്ട് വരുന്ന അല്ലെങ്കിൽ ഫോർമാലിൻ തളിച്ചിട്ട് വരുന്ന സംഭവമാണ്. ഫോർമാൽഡിഹൈഡ് എന്ന് പറയുന്ന ക്ലാസ് 1 കാർസിനോജൻ ആണ്. നമ്മളൊക്കെ സുവോളജി ലാബിൽ പ്രിസർവേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന സംഭവമാണ് ശവശരീരങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സാധനമാണ് നമ്മൾ മീൻ പൊരിച്ച മീനൊക്കെ ആയിട്ട് തിന്നണത്. അപ്പോൾ ഇത് പിന്നെ ചിലവർക്ക് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും.
നമ്മളെ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം ഉള്ള ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് എഫക്ട് ചെയ്യും. അപ്പൊ എനിക്കിത് പെട്ടെന്ന് എഫക്ട് ചെയ്യും. അപ്പൊ ആ ഒരു അടിസ്ഥാനത്തിൽ കേരളത്തിലുള്ള മീൻ സമ്പത്ത് ഇടിയുകയും പിന്നെ ആ ഒരു മീൻ സമ്പത്തിന്റെ ക്വാളിറ്റിയും ഇടിയുന്ന ഒരു അവസ്ഥ, ആ രീതിയിൽ കേരളത്തിന്റെ ജനസമുദായം തന്നെ ഒരു എന്താ പറയുക വലിയൊരു ഹെൽത്ത് ഡിസാസ്റ്ററോട് പോയിക്കൊണ്ടിരുന്ന അവസ്ഥ കേരളത്തിൽ ഇപ്പൊ നിലനിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് കാരണം മത്സ്യത്തൊഴിലാളികളല്ല. അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിമാൻഡ് സപ്ലൈ ചെയിനിന്റെ ഒരു പ്രശ്നമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മീൻ സമ്പത്ത് നമ്മൾ മത്സ്യത്തൊഴിലാളിക്ക് കടലിൽ നിന്ന് കിട്ടുന്നത് പിന്നെ എപ്പോഴും എല്ലാ സമയത്തും ഒരേപോലെ കിട്ടണം എന്നില്ല. ഇപ്പൊ മാർക്കറ്റിൽ ജനങ്ങൾക്ക് മീന് വേണ്ടതും പലപ്പോഴും എല്ലാ രീതിയിലും എല്ലാ സമയത്തും മീൻ ഒരേപോലെ, ഇപ്പോൾ 5 കിലോ ഇന്ന ദിവസം ഇന്ന ആൾക്ക് വേണം, അതേ ആൾക്ക് പിറ്റേ ദിവസം അത്ര 5 കിലോ വേണമെന്നില്ല. അപ്പൊ ഒരു ഡിമാൻഡ് സപ്ലൈ ചെയിനിൽ വരുന്ന ഇംബാലൻസ് കൊണ്ട് പിന്നെ ഇവിടെ വല്ലാണ്ട് പിന്നെ ലോസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പിന്നെ മത്സ്യത്തൊഴിലാളികൾക്കാണ്, ഫിഷർമെൻ കമ്മ്യൂണിറ്റിക്കാണ് ഈ കേരളത്തിൽ. അപ്പോൾ ഇതിൽ നമ്മൾ ശരിക്കും ഗവൺമെന്റ് ചെയ്യേണ്ടിയിരുന്നത് ഇവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു മിനിമം ഇൻസെന്റിവൈസേഷൻ കൊടുക്കുകയും അവരിൽ നിന്നിട്ട് ഈ എക്സ്ട്രാ വരുന്ന ഫിഷ് ഇവർ സ്റ്റോർ ചെയ്ത് വെച്ചുകൊണ്ട് അതിനെ ഡ്രൈഡ് ഫിഷാക്കി മാറ്റുകയോ ക്യാൻഡ് ഫിഷാക്കി മാറ്റുകയോ ചെയ്തുകൊണ്ട് പിന്നെ ഡിമാൻഡ് നമ്മുടെ കസ്റ്റമേഴ്സിൽ ഉണ്ടാവുമ്പോൾ ആ രീതിയിൽ ഗവൺമെന്റ് പിന്നെ അതിനെ സപ്ലൈ ചെയ്യേണ്ടിയിരുന്നത്. കാരണം ഫിഷർമെൻ കമ്മ്യൂണിറ്റിക്ക് ആ രീതിയിലുള്ള ടെക്നിക്കാലിറ്റീസ് ഉള്ള പിന്നെ അല്ലെങ്കിൽ ആ ഒരു ഇൻഎപ്റ്റിറ്റ്യൂഡ് കാരണം അവർക്ക് അതിന്റെ ടെക്നോളജി വശങ്ങൾ അറിയാത്തത് കൊണ്ട് അവർക്ക് അതിനുള്ള അറിവില്ല. അപ്പോൾ ഗവൺമെന്റ് ആയിരുന്നു ഇതിൽ കയറിയിട്ട് കളിക്കേണ്ടിയിരുന്നത്. ഇതിൽ ഗവൺമെന്റ് ആയിരുന്നു ഇവിടെ ഇൻസെന്റിവൈസേഷൻ ചെയ്യുന്നത്, ഒരു ഗവൺമെന്റ് മെഷർ ആയിരുന്നു ഇവിടെ കൊണ്ടുവരേണ്ടിയിരുന്നത്. അത് അവർ ചെയ്തില്ല. മറിച്ച് ഇതിൽ നിന്ന് പോക്കറ്റ് വീർപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അദാനി അംബാനി പോലത്തെ ആൾക്കാരെ ഒക്കെ വിഴിഞ്ഞം പോർട്ടും ഒക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിന്നെ എന്ത് ചെയ്യുന്നു, എന്താ പറയുക, അവരുടെ കീശ വീർപ്പിക്കാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നു. ഈ പറഞ്ഞ പോലെ സാധാരണക്കാര് അവർ സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഉണ്ടായി വന്നുള്ള ഒരു ഡിസാസ്റ്റർ ആണ് കേരളത്തിലുള്ള ഫിഷർമെൻ കമ്മ്യൂണിറ്റി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ എൻവയറമെന്റൽ വശം. ഇനി അവസാനമായിട്ട് എനിക്ക് ആ ഒരു ഓണത്തിന്റെ വിഷയത്തിൽ വന്ന ടീച്ചറിന്റെ ആ ഒരു സംഭവം അതിൽ ചെറിയൊരു 2 വാക്കും കൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സംഭവം അവസാനിപ്പിക്കുകയാണ്. അതായത് സ്ക്രോൾ ന്യൂസ് എന്ന് പറയുന്ന scroll.in എന്ന് പറയുന്ന ഒരു ലെഫ്റ്റ് ലീനിങ് ആയിട്ടുള്ള മീഡിയ ഉണ്ട്. ഒരു കാര്യം എന്ന് പറഞ്ഞോട്ടെ, ഒറ്റ കാര്യം, ജസീമിനോടും സൽമാനോടും കൂടി അടുത്ത തവണ എല്ലാവരും ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഒന്നുകിൽ ബ്രേവ് ബ്രൗസർ അതല്ലെങ്കിൽ എഡ്ജ് ബ്രൗസർ സ്പ്ലിറ്റ് സ്ക്രീൻ ഉപയോഗിക്കുക. ഓക്കെ, ഇത് ആളുകൾക്ക് അത് ഇത് കഴിയുമ്പോൾ ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടാ. 2 IT-കളാണ്, എന്നിട്ടാണ് ഇതൊന്നും അറിയില്ല. ആയിക്കോട്ടെ, പ്ലീസ് ഗോ ഓൺ. ഓക്കെ, scroll.in. അപ്പോൾ ഇതൊരു ലെഫ്റ്റ് ലീഡിങ് മീഡിയ ഹൗസ് ആണ്. അപ്പോൾ ഇവർ ചെയ്തൊരു പരിപാടി ഉണ്ട്. അതിൽ ഇതിൽ ഈ ന്യൂസിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനോടുള്ള പ്രശ്നങ്ങളാണ്. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടീച്ചറിനെ സസ്പെൻഡ് ചെയ്തത് ഓണം എന്ന് പറയുന്ന ഹിന്ദു സെലിബ്രേഷൻ പിന്നെ ആഘോഷിക്കേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് അത്ര. ഓണം എന്നുള്ളത് ഒരിക്കലും ഒരു ഹിന്ദു മതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സെലിബ്രേഷൻ അല്ല. അത് ഓണം എന്ന് പറയുന്നത് ഓരോ മലയാളിയുടെയും സെലിബ്രേഷനാണ്. കാലങ്ങളായിട്ട് ചരിത്രപരമായിട്ട് പിന്നെ ഒരു മലയാളിക്ക് പിന്നെ ആ മലയാളി പിന്നെ കൊയ്ത്തുകാലം തൊട്ടിട്ട് ആ കൊയ്ത്ത് നടക്കുന്ന സമയത്ത് പിന്നെ നടത്തിക്കൊണ്ടിരുന്ന ഒരു സെലിബ്രേഷനാണ്, ഒരു ഫെസ്റ്റിവലാണ് ഓണം എന്ന് പറയുന്നത്. അതിനെ മതമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു നരേറ്റീവ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കാക്കാമാരാണ്. അതാണ് ഈ ആർട്ടിക്കിളിലുള്ള ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, സ്കൂളുകാർക്ക് ഇതിലൊരു പ്രശ്നവുമില്ല, സ്കൂളുകാർ ഇതിനെതിരാണ്, ആ ടീച്ചറിന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഇതെന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇതിനോട് നമുക്ക് യോജിപ്പില്ല. കാരണം സ്കൂളിന്റെ പേര് സിറാജുൽ ഉലൂം എന്തോ തേങ്ങയാണ്. അപ്പോൾ ഈ സിറാജുൽ ഉലൂം എന്ന് പറയുമ്പോൾ ഇതൊരു റിലീജിയസ് ഓർഗനൈസേഷന്റെ സ്കൂളാണെന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഉറപ്പാണ്. സിറാജ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരളത്തിലുള്ള കാന്തപുരം അദ്ദേഹത്തിന്റെ ന്യൂസ് പേപ്പറാണ്, കാന്തപുരം ഫാക്ഷന്റെ. അപ്പോൾ സിറാജുൽ ഉലൂം എന്ന് പറയുമ്പോൾ ബേസിക്കലി അത് കാന്തപുരത്തിന്റെ സ്കൂളായിരിക്കണം. അപ്പോൾ കാന്തപുരം എന്ന് പറയുന്ന ഫാക്ഷൻ എന്ന് പറയുന്നത് അൾട്രാ കൺസർവേറ്റീവ് ആയിട്ടുള്ള അൾട്രാ ഓർത്തഡോക്സ് ആയിട്ടുള്ള തീവ്രവാദി സംഘടനയാണ് കേരളത്തിലുള്ളത്. ആ സംഘടനയുടെ സ്കൂൾ എന്ന് പറയുമ്പോൾ ആ സ്കൂളിൽ ഈ പരിപാടികൾ കാലങ്ങളായിട്ട് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഈ ടീച്ചർ മാത്രമാണ് ഇതിന്റെ സ്കേപ്പ് ഗോട്ട് ആവണത് എന്നുള്ളതാണ് ഇതിലുള്ള എൻ്റെ ഒബ്സർവേഷൻ. രണ്ടാമത്തെ ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ റിലീജിയസ് ബേസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷന്റെ അടിസ്ഥാനത്തിലുള്ള എല്ലാ സ്കൂളുകളും ഇന്ത്യയിൽ നിന്ന് ഒഴിവാക്കണം. ഇന്ത്യ ഒരു സെക്യുലറിസ്റ്റ് കൺട്രിയാണ്. അപ്പോൾ ഈ പ്ലൂറലിസ്റ്റിക് പരിപാടികൾ, ഈ പ്ലൂറലിസ്റ്റിക് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മതസംഘടനയിൽ നിന്നും കൈയിട്ട് വരുന്ന പരിപാടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിവാക്കണം.
ഇന്ത്യയിൽ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അത് സെക്യുലറൈസ് ചെയ്യപ്പെടണം. അവിടെ ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷനും ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ, ജാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു സ്കൂളുകൾ അവിടെ തുടങ്ങാൻ പാടില്ല എന്നുള്ള ശക്തമായിട്ടുള്ള നിയമം ഇന്ത്യയിൽ കൊണ്ടുവരണം. കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും. എന്നാൽ തന്നെ ഇന്ത്യയിലുള്ള റാഡിക്കലൈസേഷനെ നമുക്ക് കുറെ രീതിയിൽ ചെറുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.